Good morning. Okay. Good morning, ma'am. Okay, good morning. Good morning, Miss. Okay, good morning. തുടങ്ങാം അപ്പൊ നമുക്ക് ഓക്കെ നമ്മൾ ഇന്ന് പുതിയൊരു ചാപ്റ്റർ ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇന്നലെ നമ്മള് പബ്ലിക് റിലേഷനിങ് ഹോസ്പിറ്റൽ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വായിച്ചൊക്കെ നോക്കിയോ? മനസ്സിലായോ നിങ്ങൾക്ക്? ക്ലിയർ ആണോ? മോക്ക് ടെസ്റ്റുകളൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. ഞാൻ വീണ്ടും പിന്നെ ഇത് പറയുമ്പോ നിങ്ങള് വിചാരിക്കേണ്ട എക്സാമിന്റെ സമയമാകുമ്പോ ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എല്ലാ മിസ്സുമാരുടെയും എടുക്കുന്ന പോർഷൻസിനെ ബേസ് ചെയ്തിട്ട് മോക്ക് ടെസ്റ്റ് തരുന്നുണ്ടല്ലോ, അത് പ്രാക്ടീസ് ചെയ്ത് പോകണം കേട്ടോ. ഓക്കെ, അപ്പൊ അത് പിന്നീട് നമ്മുടെ ആ അവസാന സമയത്ത് അത് നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇന്ന് പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ചാപ്റ്റർ 5 കേട്ടോ. 5ാമത്തെ ചാപ്റ്റർ ആണ്. ഓൾമ്യൂട്ട് ചെയ്യാൻ കേട്ടോ. 5ാമത്തെ ചാപ്റ്റർ ആണ് എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് കേട്ടോ. എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ്. ഈ ചാപ്റ്ററിനെ പറ്റിയിട്ട് ഞാൻ ചെറിയൊരു ഐഡിയ ഇന്നലെ തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. ചെറിയ ചാപ്റ്റർ ആണ്, പക്ഷെ ഇതിനകത്ത് ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ. ഒത്തിരി ആക്ടുകളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ആക്ടുകൾ പഠിക്കുമ്പോൾ അതിന്റെ വർഷം വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വർഷമാണ് അധികം ചോദിക്കാറ്. ആക്ടുകളുടെ ഈ ആക്ട് ഏത് വർഷമാണത് നിലവിൽ വന്നത്. പലപ്പോഴും മിക്ക ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അതാണ്. അപ്പൊ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ ഓർത്ത് വെക്കാനൊക്കെ പറ്റൂ കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ്. അതായത് നമ്മളൊരു പ്രത്യേകിച്ച് ഒരു മെഡിക്കൽ പ്രൊഫഷനെ സംബന്ധിക്കുന്ന എത്തിക്കൽ സൈഡും അതിന്റെ ലീഗൽ സൈഡും ഒക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ക്ലിയർ? നമുക്കറിയാം ഏത് പ്രൊഫഷൻ എടുത്തു കഴിഞ്ഞാലും അതിനതിൻ്റെതായ ഒരു എത്തിക്സ് ഉണ്ട്. പ്രത്യേകിച്ച് എല്ലാത്തിനും ഉണ്ട് അല്ലെ. ഇപ്പൊ മെഡിസിൻ ആയിക്കോട്ടെ, ഇനിയിപ്പോ ഒരു അഡ്വക്കേറ്റിന്റെ ജോബ് ആയിക്കോട്ടെ, ഒരു ടീച്ചിങ് ആയിക്കോട്ടെ, ഒരു ബിസിനസ് ആയിക്കോട്ടെ, ഒരു ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, എല്ലാത്തിനും എന്തുണ്ട്? അതിൻ്റെതായൊരു എത്തിക്സ് ഉണ്ട് അല്ലെ. ആ ഒരു എത്തിക്സ് വിട്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, പ്രവർത്തിക്കാനായിട്ട് പാടില്ല. അങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാല് അത് നമ്മൾ ആ ഒരു പ്രൊഫഷനോട് കാണിക്കുന്ന ഏറ്റവും വലിയൊരു അനീതിയാണ് അല്ലെ. പ്രത്യേകിച്ച് നമുക്കറിയാം മെഡിക്കൽ പ്രൊഫഷൻ അല്ലെ. എല്ലാ പ്രൊഫഷനും ഉണ്ട്. ഓക്കെ, എത്തിക്സ് ഉണ്ട്. പ്രൊഫഷന് മാത്രമല്ല, ഒരു ബിസിനസ് എടുത്തോട്ടെ, ഒരു ഓർഗനൈസേഷൻ എടുത്തോട്ടെ, ഒരു സ്ഥാപനം മുന്നോട്ട് പോകുന്നതും അതിൻ്റെതായ ഒരു എത്തിക്സിലാണ് മുന്നോട്ട് പോകുന്നത് അല്ലെ. അപ്പൊ അതിന് വിപരീതമായിട്ട് അവിടുത്തെ എംപ്ലോയീസ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? ആ ഒരു പ്രൊഫഷനോട് കാണിക്കുന്ന ഏറ്റവും വലിയൊരു അനീതിയാണ് അല്ലെ. അപ്പൊ നമ്മളിവിടെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട എത്തിക്കൽ ലീഗൽ ആസ്പെക്റ്റുകളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പറയുന്ന മെഡിക്കൽ പ്രൊഫഷന്റെ ഒക്കെ എത്തിക്കൽ ആസ്പെക്ട് അറിയണം, അതിന്റെ ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു വശങ്ങള് എന്തുകൊണ്ടാണ് അതിന് ഇത്ര ഇമ്പോർട്ടൻസ് വരാനായിട്ട് കാരണം? നമുക്കറിയാം ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു പബ്ലിക് ഓർഗനൈസേഷൻ ആണ് അല്ലെ. അതായത് പൊതുജനങ്ങൾക്ക് സേവനങ്ങൾ കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഹോസ്പിറ്റൽ അല്ലെ. അപ്പൊ ഒരു സേവനം കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു പബ്ലിക് ഓർഗനൈസേഷൻ ആകുമ്പോൾ അത് എന്ത് സർവീസ് കൊടുക്കുമ്പോഴും അതിലൊരു എത്തിക്സ് ഉണ്ടായിരിക്കണം. ഏറ്റവും നല്ല സേവനങ്ങള് അവർക്ക് കൊടുക്കണം അല്ലെ. പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ ആകുമ്പോൾ അവരുടെ പേഷ്യന്റ് കെയർ, നല്ല ക്വാളിറ്റി ഉള്ള ഒരു പേഷ്യന്റ് കെയർ അവർക്ക് കൊടുക്കണം. പേഷ്യന്റിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തണം. അവർക്ക് സേവനങ്ങൾ കൊടുക്കുമ്പോൾ യാതൊരു വിധത്തിലുള്ള വിവേചനങ്ങളും അവിടെ നമ്മൾ ചെയ്യാനായിട്ട് പാടില്ല അല്ലെ. ഇതൊക്കെ എന്താണ്? അതിന്റെ എത്തിക്കൽ സൈഡാണ്. അതുപോലെ തന്നെ ലീഗൽ സൈഡിലുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമുക്കറിയാം മെഡിക്കോ ലീഗൽ കേസുകളൊക്കെ ഒരുപാട് വരുന്നുണ്ട് അല്ലെ. മെഡിക്കോ ലീഗൽ കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നിയമപരമായിട്ട് അന്വേഷണം ആവശ്യമായിട്ടുള്ള കേസുകളാണ് കൂടുതലും വരുന്നത്. നോർമൽ ഡെത്തിൽ മരിക്കുന്ന കേസുകൾ കുറവാണ് അല്ലെ. ശരിക്കും കമ്പാരിറ്റീവ്ലി കുറവാണ്. കൂടുതൽ എന്താണ്? ആക്സിഡന്റ്, സൂയിസൈഡ് അല്ലെ, അല്ലെങ്കിൽ കൊലപാതകം, ആ രീതിയിലൊക്കെയുള്ള മെഡിക്കോ ലീഗൽ കേസുകളിലൂടെയാണ് കൂടുതൽ ആളുകൾ അങ്ങനെയാണ് ഇപ്പൊ മരണപ്പെടുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ലീഗൽ വശങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ ചാപ്റ്ററിന് ശരിക്കും നല്ലൊരു ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പൊ നമുക്കതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കാം. എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ്. ആദ്യം നമ്മൾ നോക്കുന്നത് എത്തിക്കൽ ആസ്പെക്റ്റുകളാണ് കേട്ടോ. അതായത് ധാർമ്മിക വശങ്ങളാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. എത്തിക്കൽ ആസ്പെക്ട് ജസ്റ്റ് വായിക്കാം. കോഡ് ഓഫ് ബിഹേവിയർ സെറ്റ് ബൈ മെമ്പേഴ്സ് ഓഫ് ദ മെഡിക്കൽ പ്രൊഫഷൻ to control the practice of medicine,
so that its members do not bring disgrace to the profession. അതായത് കോഡ് ഓഫ് ബിഹേവിയർ ശരിക്കും പറഞ്ഞാൽ എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ധാർമ്മിക വശം അല്ലെ? എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? ഒരു തരത്തില് ഇറ്റ്സ് എ കോഡ് ഓഫ് ബിഹേവിയർ ആണ് അല്ലെ? ഒരു തരം പെരുമാറ്റ ചട്ടങ്ങളാണ് അല്ലെ? പെരുമാറ്റച്ചട്ടം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു സ്ഥാപനത്തിന് അല്ലെ, ഒരു സ്ഥാപനത്തിന് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിന് അവിടുത്തെ ജീവനക്കാര് പാലിക്കേണ്ടതായിട്ടുള്ള സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെ? അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോഡ് ഓഫ് ബിഹേവിയർ അല്ലെ, അല്ലെങ്കിൽ കോഡ് ഓഫ് കണ്ടക്ട്, പെരുമാറ്റച്ചട്ടം എന്നൊക്കെ നമ്മൾ പറയുന്നത്. നമുക്കറിയാം ഒരു സ്ഥാപനം ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ അവിടുത്തെ വർക്കേഴ്സ് നല്ലതായിരിക്കണം അല്ലെ? ആ സ്ഥാപനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അതിനനുയോജ്യമായിട്ടുള്ള ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അല്ലെ? അത് പാലിച്ചുകൊണ്ടായിരിക്കണം അവിടുത്തെ ഓരോ എംപ്ലോയീസും പ്രവർത്തിക്കുന്നത് അല്ലെ? അങ്ങനെ നമ്മൾ മുന്നോട്ട് വെക്കുന്ന സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെയാണ് നമ്മൾ കോഡ് ഓഫ് ബിഹേവിയർ അല്ലെങ്കിൽ കോഡ് ഓഫ് കണ്ടക്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് എന്ത് ശരിക്കും എത്തിക്സ് എന്ന് പറയുന്നത് അല്ലെ? ആ പെരുമാറ്റച്ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അതിന്റെ എത്തിക്കൽ ആസ്പെക്ട്, എന്നതിന്റെ എത്തിക്കൽ സൈഡാണ്. അപ്പോ എത്തിക്സ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഇറ്റ് ഈസ് എ കോഡ് ഓഫ് ബിഹേവിയർ അഥവാ കോഡ് ഓഫ് കണ്ടക്ട് ആണ്. ഓക്കെ, അപ്പൊ ഇനി നോക്കിയേ, കോഡ് ഓഫ് ബിഹേവിയർ ദാറ്റ് സെറ്റ് ബൈ ദ മെമ്പേഴ്സ് ഓഫ് ദ മെഡിക്കൽ പ്രൊഫഷൻ ടു കൺട്രോൾ ദ പ്രാക്ടീസ് ഓഫ് മെഡിസിൻ so that its members do not bring disgrace to the profession അല്ലെ? അതായത് മെഡിക്കൽ പ്രൊഫഷനിലെ അംഗങ്ങള് അവര് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള ചില എന്താണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതാണ് കോഡ് ഓഫ് ബിഹേവിയർ പറയുന്നത് അല്ലെ? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു കോഡ് ഓഫ് ബിഹേവിയർ എന്തിനു വേണ്ടിയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്? വെറുതെ സെറ്റ് ചെയ്യുന്നതാണോ? അല്ല. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? മെഡിസിൻ എന്ന് പറയുന്ന ആ ഒരു പ്രൊഫഷനെ കൺട്രോൾ ചെയ്യാനായിട്ട് അല്ലെ? മെഡിസിനെ കൺട്രോൾ ചെയ്യാനും അതുപോലെ മെഡിക്കൽ പ്രൊഫഷനിലെ അംഗങ്ങള് ആ ഒരു ജോലിയെ ഡിസ്ഗ്രേസ് ചെയ്ത് കാണാതിരിക്കാൻ അല്ലെ, തരം താഴ്ത്തി കാണാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് മെഡിക്കൽ പ്രൊഫഷന്റെ അംഗങ്ങൾ അവർ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സെറ്റ് ഓഫ് റൂൾസ് അല്ലെ, അതിനെയാണ് നമ്മൾ കോഡ് ഓഫ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഇതേ കോഡ് ഓഫ് ബിഹേവിയർ തന്നെയാണ് ഇതിന്റെ എത്തിക്സ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോ മെഡിസിനെ കൺട്രോൾ ചെയ്യാനും മെഡിക്കൽ പ്രൊഫഷനിലെ അംഗങ്ങള് ആ ഒരു പ്രൊഫഷനെ ഒരിക്കലും ഡിസ്ഗ്രേസ് ചെയ്ത് കാണാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് മുന്നോട്ട് വെക്കുന്ന ഒന്നാണ് കോഡ് ഓഫ് ബിഹേവിയർ. അതിപ്പോ മെഡിസിനെ മാത്രമല്ല, ഏത് പ്രൊഫഷനും അതിൻ്റെതായ കോഡ് ഓഫ് ബിഹേവിയർ ഉണ്ടായിരിക്കും. അത് ഒരു തരത്തിൽ അങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി വേറൊരു രീതിയിലുള്ള ഒരു ഡെഫിനിഷൻ നോക്കിയേ. അറ്റ് ഇറ്റ് സിംപ്ലസ്റ്റ് ethics is a system of moral principles. വേറൊരു രീതിയിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എത്തിക്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയാം? ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് മോറൽ പ്രിൻസിപ്പിൾസ്, അതായത് ധാർമ്മിക തത്വങ്ങൾ അല്ലെ? ധാർമ്മിക തത്വങ്ങളുടെ ഒരു സംവിധാനത്തിനെ എന്ത് പറയാം? എത്തിക്സ് എന്ന് പറയാം. എത്തിക്സ് ഈസ് എ സിസ്റ്റം ഓഫ് മോറൽ പ്രിൻസിപ്പിൾസ്. ഓക്കെ, പിന്നെ അടുത്ത നോക്കിയേ, അടുത്ത ഡെഫിനിഷൻ നോക്കിയേ. എത്തിക്സ് ഈസ് കൺസേൺഡ് വിത്ത് what is good for individuals and society and is also described as a moral philosophy. വേറൊരു രീതിയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു വ്യക്തിയുടെയും സമൂഹത്തിന്റെയും നല്ലതുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ് എത്തിക്സ് എന്ന് പറയുന്നത്. ധാർമ്മിക വശമാണ്, അതൊരു ചീത്ത കാര്യമല്ല, അതൊരു നല്ല വശമാണ്. അതൊരു വ്യക്തിയും ആ വ്യക്തി ഉൾപ്പെടുന്ന സമൂഹത്തിന്റെ സൊസൈറ്റിയുടെ നല്ലതുമായിട്ട് ബന്ധപ്പെട്ടതാണ് എത്തിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് എങ്ങനെ പറയാം? ഇറ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ മോറൽ ഫിലോസഫി. അതിന് ധാർമ്മിക തത്വശാസ്ത്രം എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കും. ക്ലിയർ ആയല്ലോ? പിന്നെന്താണ് പറയുന്നത്? എ കോഡ് ഓഫ് എത്തിക്സ് is wide, which gives employees or members a general idea of what kinds of behavior and decisions are desirable and encouraged at a business or organization. ശരിക്കും പറഞ്ഞാല് നമ്മൾ ഈ പറയുന്ന എത്തിക്സ് അഥവാ കോഡ് ഓഫ് കണ്ടക്ട്, കോഡ് ഓഫ് ബിഹേവിയർ എന്ന് പറയുന്ന കൺസെപ്റ്റ് വളരെ വൈഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഇതൊരു ചെറിയ കൺസെപ്റ്റ് അല്ല കേട്ടോ, അത് വലിയൊരു കൺസെപ്റ്റ് ആണ്. എന്തുകൊണ്ടാണ് വലിയൊരു കൺസെപ്റ്റ് ആണെന്ന് പറയാൻ കാരണം? അതായത് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ആക്ഷൻസുകളാണ് അവർക്ക് ഏറ്റവും ഡിസൈറബിൾ ആയിട്ടുള്ളത് എന്ന് അവിടുത്തെ എംപ്ലോയീസിനെ ബോധ്യപ്പെടുത്തുന്ന ഒന്നാണ് കോഡ് ഓഫ് കണ്ടക്ട് അഥവാ കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറയുന്നത്.
അതായത് ആ ഒരു ആള് ഇനി പറയുന്ന ഒരു സ്ഥാപനത്തിന് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആസ് എൻ എംപ്ലോയീസ് എന്നുള്ള രീതിയിൽ നമുക്കറിയണം ആ ഒരു സ്ഥാപനത്തിന്റെ നന്മയ്ക്ക് ആ ഒരു സ്ഥാപനത്തിന് ഏത് തരത്തിലുള്ള പെരുമാറ്റങ്ങളാണ് അനുയോജ്യമായിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള തീരുമാനങ്ങളാണ് ആ ഒരു സ്ഥാപനത്തിനെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുന്നത് എന്ന് അവിടുത്തെ ജീവനക്കാർക്ക് ബോധ്യമാക്കുന്ന ആ ഒരു അതിനെയാണ് നമ്മൾ അതിനെ അവർക്ക് അറിവ് കൊടുക്കുന്ന ഒന്നാണ് എന്ത് കോഡ് ഓഫ് എത്തിക്സ്. എത്തിക്സ് പെരുമാറ്റച്ചട്ടങ്ങളാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്ലിയർ? ഇനി കോഡ് ഓഫ് കണ്ടക്ട്, കണ്ടക്ട് കോഡ് ഓഫ് ബിഹേവിയർ. കണ്ടക്ട് മീൻസ് എന്താ? പെരുമാറ്റം. നമ്മൾ പറയും കണ്ടക്ട് സർട്ടിഫിക്കറ്റ് നല്ലതല്ല എന്ന് പറയും, നല്ല കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് അല്ല എന്ന് പറയും. കോണ്ടാക്ട് അല്ല, കണ്ടക്ട് ആണ് കേട്ടോ. കണ്ടക്ട് മീൻസ് എന്താണ്? ബിഹേവിയർ ആണ്, നമ്മുടെ പെരുമാറ്റത്തിനെ പറ്റിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് അല്ലെ. സോ കോഡ് ഓഫ് കണ്ടക്ട് മെൻഷൻസ് how employees or members have to act in particular situations. അതായത് ഒരു പ്രത്യേക സാഹചര്യത്തില് എംപ്ലോയീസ് അല്ലെങ്കിൽ ആ ഓർഗനൈസേഷനിലെ മെമ്പേഴ്സ് എങ്ങനെ പെരുമാറണം എന്ന് പരാമർശിക്കുന്ന ഒന്നാണ് കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്നത്. എത്ര ഡെഫിനിഷൻസ് നമ്മൾ പറഞ്ഞു, പല രീതിയിൽ അതിനെ ഡിഫൈൻ ചെയ്തതാണ് കേട്ടോ. അപ്പൊ എത്തിക്സ് എന്ന് പറഞ്ഞ കോഡ് ഓഫ് കണ്ടക്ട് ആണ്, കോഡ് ഓഫ് ബിഹേവിയർ ആണ്. അതെങ്ങനെ പറഞ്ഞു? നമ്മൾ മെഡിക്കൽ പ്രൊഫഷൻ അല്ലെ, മെഡിസിനെ കൺട്രോൾ ചെയ്യാനും മെഡിക്കൽ പ്രൊഫഷന്റെ മെമ്പേഴ്സ് ആ ഒരു പ്രൊഫഷനെ ഡിസ്ക്രൈബ് ചെയ്ത് കാണാതിരിക്കുന്നതിനുമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള സർട്ടൈൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെയാണ് നമ്മൾ കോഡ് ഓഫ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് എത്തിക്സ് കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞു എത്തിക്സ് എന്ന് പറഞ്ഞാല് അതൊരു എന്താണ് മോറൽ, സിസ്റ്റം ഓഫ് മോറൽ പ്രിൻസിപ്പിൾസ് അല്ലെ, ധാർമ്മിക തത്വങ്ങളുടെ ഒരു സംവിധാനത്തിന് നമുക്ക് എത്തിക്സ് എന്ന് വിശേഷിപ്പിക്കാം. പിന്നെ വേറൊരു തരത്തിൽ നമ്മൾ എന്താ പറഞ്ഞത്? ഇത് വ്യക്തികളും ഉൾപ്പെടുന്ന സമൂഹത്തിന്റെ നന്മയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? അതായത് ഒരു ബിസിനസിനെ സംബന്ധിച്ച് ഒരു ഓർഗനൈസേഷന്റെ ഏത് തരത്തിലുള്ള പെരുമാറ്റങ്ങൾ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള തീരുമാനങ്ങളാണ് അവരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടത് എന്ന് ജീവനക്കാർക്ക് ബോധ്യപ്പെടുത്തുന്ന ഒന്നാണ് കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതൊരു ചെറിയ കൺസെപ്റ്റ് അല്ല, വലിയൊരു കൺസെപ്റ്റ് ആണ്. ഓക്കെ. പിന്നെ എന്താ പറഞ്ഞത്? ഓരോ പ്രത്യേക സാഹചര്യങ്ങളിലും എംപ്ലോയീസ് അഥവാ വർക്കേഴ്സ് എങ്ങനെ പെരുമാറണം എന്ന് പരാമർശിക്കുന്ന ഒന്നാണ് കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ ആണോ? മനസ്സിലായോ പറഞ്ഞ കാര്യങ്ങള്? ക്ലിയർ അല്ലേ? ഒന്ന് വായിച്ചു നോക്കി, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. പല രീതിയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് മാത്രമാണ് കേട്ടോ. എത്തിക്സ് എന്ന് പറഞ്ഞാൽ ധാർമ്മിക വശമാണ്, അത് തന്നെയാണ് കോഡ് ഓഫ് ബിഹേവിയർ എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഒരു സ്ഥാപനം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. അത് മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ പാലിക്കണം. അത് പാലിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻ ആണ് അവിടുത്തെ കോഡ് ഓഫ് ബിഹേവിയർ. അത് തന്നെയാണ് ആ സ്ഥാപനത്തിന്റെ എത്തിക്സ് എന്ന് പറയുന്നത്. അത് വിട്ടൊരിക്കലും പെരുമാറാനായിട്ട് പാടില്ല. ഓക്കെ. നമ്മൾ അതിന് പെരുമാറുകയാണെങ്കിൽ നമ്മൾ എന്താണ്? ആ പ്രൊഫഷനോട് കാണിക്കുന്ന ഒരു അനീതിയാണ് അല്ലെ. ഏത് ജോലിക്കും അങ്ങനെ തന്നെയാണ്. മെഡിസിൻ ഓക്കെ അല്ലേ? അടുത്തത് പറയാൻ അത്രയേ ഉള്ളൂ കേട്ടോ. ഇതിൽ എക്സ്പെക്ട് അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് മനസ്സിലാക്കാനുള്ളത് ലീഗൽ ആസ്പെക്റ്റുകളാണ്. ലീഗൽ ആസ്പെക്ട്. ഈ ഒരു കാര്യം കൂടി പറയാം. നമ്മൾ ഈ ഒരു എത്തിക്സ് പാലിച്ചുകൊണ്ടാണ് ഒരു ഹോസ്പിറ്റലിൽ എപ്പോഴും പേഷ്യൻസിനെ സെർവ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യന്റിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തണം, അവരെ പ്രൊട്ടക്ട് ചെയ്യണം, അവരോട് യാതൊരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ ഒന്നും ചെയ്യാനായിട്ട് പാടില്ല. അതൊക്കെ എന്താണ്? ഹോസ്പിറ്റലിന്റെ മെഡിസിന്റെ എത്തിക്സിൽ വരുന്ന കാര്യമാണ്. ഓക്കെ. ഇനി നമ്മൾക്ക് ലീഗൽ ആസ്പെക്ട് ആണ്, നിയമപരമായിട്ടുള്ള വശങ്ങളാണ് നോക്കാനുള്ളത് കേട്ടോ. അതായത് അവിടെ നമ്മൾ ലോ എന്നാൽ എന്താണ്? നിയമത്തിന് 3 ഡെഫിനിഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. 3 ഡെഫിനിഷൻസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 3 നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പൊ നോക്കാം, 3 ഡെഫിനിഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ, ലോ മീൻസ് സെറ്റ് ഓഫ് റൂൾസ് ടു ലീഡ് ദ ഹ്യൂമൻ ആക്ഷൻ. സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനേഷൻ ആണ് കേട്ടോ. ലോ മീൻസ് സെറ്റ് ഓഫ് റൂൾസ് ടു ലീഡ് ദ ഹ്യൂമൻ ആക്ഷൻ അല്ലെ. നമ്മുടെ മനുഷ്യ പ്രവർത്തനങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ചില നിയമങ്ങൾ അല്ലെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോ എന്ന് പറയുന്നത്. ഓക്കെ. രണ്ടാമത്തത് നോക്കിയേ, ലോ ഈസ് എ സിസ്റ്റം ഓഫ് റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ് വിച്ച് ദ സ്റ്റേറ്റ് ഇമ്പോസസ് അല്ലെ. നമ്മുടെ ഭരണകൂടം ഇമ്പോസ് ചെയ്യുന്ന അല്ലെ, നമ്മളിൽ ഇമ്പോസ് ചെയ്യുന്ന, നമ്മളിൽ ഏൽപ്പിക്കുന്ന എന്താണ്? അവകാശങ്ങളുടെയും
കടമകളുടെയും ഒരു സംവിധാനത്തിനെ നമുക്ക് എന്ത് പറയാം? ലോ എന്ന് പറയാം. അല്ലെ? ഇപ്പൊ നമ്മള് ഇന്ത്യയിൽ താമസിക്കുന്നു അല്ലെ? ഇന്ത്യൻ റൂൾസുകൾക്ക്, ഇന്ത്യയിലെ ലോക്ക് നിയമവിധേയമായിട്ടാണ് നമ്മൾ ഓരോ സിറ്റിസൺസും ഇവിടെ ജീവിക്കുന്നത്. ആ ഒരു ഭരണകൂടം, ആ സ്റ്റേറ്റ് നമ്മുടെ മുകളിൽ, നമ്മുടെ കൺട്രി നമ്മുടെ എന്താണ്, നമ്മൾ ഓരോ സിറ്റിസൺസിനും ഇമ്പോസ് ചെയ്തിട്ടുള്ള ചില അവകാശങ്ങളുണ്ട്, കടമകളുണ്ട് അല്ലെ? ആ ഒരു സംവിധാനത്തിന് നമുക്ക് എന്ത് പറയാം? ലോ എന്ന് പറയാം അല്ലെ? പിന്നെന്താണ് മൂന്നാമത്തെ ഡെഫിനിഷൻ? ലോ ഈസ് ദ ബോഡി ഓഫ് പ്രിൻസിപ്പിൾസ് റെക്കഗ്നൈസ്ഡ് ബൈ ദി സ്റ്റേറ്റ് ആൻഡ് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. എന്ന് പറഞ്ഞാല് നമ്മുടെ ഭരണകൂടവും നീതി നിർവഹണ വിഭാഗവും അംഗീകരിച്ചിട്ടുള്ള തത്വങ്ങളുടെ ഒരു കൂട്ടം, അല്ലെങ്കിൽ തത്വങ്ങളുടെ സംവിധാനത്തിനെ നമുക്ക് എന്ത് പറയാം? ലോ എന്ന് വിശേഷിപ്പിക്കാം. അപ്പൊ 3 രീതിയിൽ പറഞ്ഞു, 3 ഡെഫിനിഷൻസ് ആണ്. ഒന്നെന്താണ്? നമ്മുടെ ലോ ഇസ് ദ റൂൾസ്, സെറ്റ് ഓഫ് റൂൾസ് ടു ലീഡ് ദ ഹ്യൂമൻ ആക്ഷൻ. മനുഷ്യ പ്രവർത്തനങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ഒന്നാണ് ലോ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഡെഫിനിഷൻ എന്താണ്? നമ്മുടെ ഭരണകൂടം നമ്മിൽ ഇമ്പോസ് ചെയ്യുന്ന അവകാശങ്ങളുടെയും കടമകളുടെയും സംവിധാനങ്ങളെ നമുക്ക് ലോ എന്ന് പറയാം. അതിന് പുറമെ ഭരണകൂടവും നീതി നിർവഹണ വിഭാഗവും അംഗീകരിച്ചിട്ടുള്ള ഒരു കൂട്ടം തത്വങ്ങളെ നമുക്ക് ലോ എന്ന് വിശേഷിപ്പിക്കാം അല്ലെ? നമ്മുടെ നീതി നിർവഹണ വിഭാഗങ്ങൾ ആരൊക്കെയാണ്? നമ്മുടെ രാജ്യത്തെ നീതി നിർവഹണ വിഭാഗങ്ങൾ ആരൊക്കെയാണ്? പറഞ്ഞേ, ആരാണ് നീതി നിർവഹണ വിഭാഗങ്ങൾ? ആരൊക്കെയാണ് നമ്മുടെ രാജ്യത്തെ? അറിയില്ലേ? കോർട്ട്. ഓക്കെ, കോർട്ടും പിന്നെന്താണ്? പോലീസ് അല്ലെ? പോലീസും കോർട്ടും ഒക്കെയാണ് നമ്മുടെ രാജ്യത്തെ നീതി നിർവഹണ വിഭാഗങ്ങൾ അല്ലെ? ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് നോക്കാം. കോർട്സ് ഓർ പോലീസ് മേ ഇമ്പോസ് ദി സിസ്റ്റം ഓഫ് റൂൾസ് ആൻഡ് പണിഷ് ദി പീപ്പിൾ ഹു വയലേറ്റ് ദി ലോസ് സച്ച് ആസ് പേയിങ് എ ഫൈൻ ഓർ അതർ പെനാൽറ്റി ഇൻക്ലൂഡിംഗ് ജയിൽ. അറിയാലോ, നമ്മളെല്ലാവരും ഓരോ നിയമങ്ങൾക്ക് വിധേയമായിട്ടാണ് നമ്മുടെ രാജ്യത്ത് താമസിക്കുന്നത് അല്ലെ? ഈ പറയുന്ന പോലീസ്, കോടതികള്, ഇത്തരത്തിലുള്ള നീതി നിർവഹണ ഏജൻസികളാണ് ഇങ്ങനെയുള്ള റൂൾസും റെഗുലേഷൻസും ഒക്കെ നമ്മള് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അല്ലെ? ഇമ്പോസ് ചെയ്യുന്നത് അവരാണ്. ഇനി നമ്മൾ ഏതെങ്കിലും ലോകൾ വയലേറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? നമുക്ക് അതിന്റെ ശിക്ഷ അല്ലെ, ശിക്ഷ എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് ഫൈൻ ഈടാക്കേണ്ടി വരും, ഫൈൻ അടയ്ക്കേണ്ടി വരും, ഇൻക്ലൂഡിംഗ് ജയിൽ പോലെയുള്ള ശിക്ഷകൾ വരെ നമുക്ക് ലഭിക്കും. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്കറിയേണ്ടത് എന്താണ്? ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുമായിട്ട് കണക്ട് ചെയ്ത് മനസ്സിലാക്കണം അല്ലെ? എത്തിക്കൽ ലീഗൽ ആസ്പെക്ടുകൾ നമ്മൾ മനസ്സിലാക്കും. അതാണ് നെക്സ്റ്റ് പാരഗ്രാഫിനകത്ത് പറയുന്നത്. ഓക്കെ, hospital administration is obliged to have a clear understanding of ethical and legal responsibilities. നമ്മൾ ഈ പറയുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് നമ്മൾ ഈ പറയുന്ന എത്തിക്കൽ ലീഗൽ ആസ്പെക്ടുകളെ പറ്റിയിട്ട് വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടായിരിക്കണം. എന്തുകൊണ്ടാണ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്? ഈ പറയുന്ന എത്തിക്കൽ ലീഗൽ വശങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഒരു ഹോസ്പിറ്റല് എന്ത് കൊടുക്കാനായിട്ട്? സർവീസുകള് പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട്. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് ഒരു അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ they have a clear understanding of the ethical and legal responsibilities. എത്തിക്കൽ ലീഗൽ റെസ്പോൺസിബിലിറ്റിയെ പറ്റിയിട്ട് അവർക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരിക്കണം. നോക്കുക, മാനേജ്മെന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ പോളിസീസ് ഫോർ കീപ്പിംഗ് എ സേഫ് ഹോസ്പിറ്റൽ, ഫിസിക്കൽ ഫെസിലിറ്റീസ് ആൻഡ് സർവീസസ്, must ensure building conforms to regional bylaws, safety regulations, സാനിറ്റേഷൻ അറേഞ്ച്മെന്റ്സ്. നമുക്കറിയാം ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആണ് ആ ഹോസ്പിറ്റലിലെ പോളിസികളെല്ലാം തന്നെ ഫോർമുലേറ്റ് ചെയ്യുന്നത് അല്ലെ? വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ, അത്യാവശ്യം നല്ല ഫിസിക്കൽ ഫെസിലിറ്റീസും അതുപോലെ തന്നെ സർവീസസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള പോളിസികളെല്ലാം തന്നെ അല്ലെ ക്രിയേറ്റ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണുള്ളത്? മാനേജ്മെന്റിനാണുള്ളത് അല്ലെ? അപ്പൊ മാനേജ്മെന്റ് പോളിസികൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ പറയുന്ന എത്തിക്കൽ ലീഗൽ റെസ്പോൺസിബിലിറ്റി മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം അവര് പോളിസികൾ ഫോർമുലേറ്റ് ചെയ്യാനായിട്ട് അല്ലെ? അത് മാത്രമല്ല, മസ്റ്റ് എൻഷുർ ബിൽഡിംഗ് കൺഫോംസ് ടു റീജിയണൽ ബൈലോസ്, സേഫ്റ്റി റെഗുലേഷൻസ് ആൻഡ് സാനിറ്റേഷൻ അറേഞ്ച്മെന്റ്സ് അല്ലെ? ഈ പറയുന്ന ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അത് പ്രാദേശികമായിട്ടുള്ള നിയമങ്ങള്, അതുപോലെ സുരക്ഷാ ചട്ടങ്ങള്, ശുചിത്വ ക്രമീകരണങ്ങള്, ഇതെല്ലാം കൃത്യമായിട്ട് അവർ എന്ത് ചെയ്തിരിക്കണം? പാലിച്ചിരിക്കണം. ഇതൊക്കെ എന്താണ്? അതിന്റെ ലീഗൽ വശങ്ങളാണ് അല്ലെ? ഒരു ഹോസ്പിറ്റലിൽ വെറുതെ പ്രവർത്തിക്കാൻ പറ്റുമോ? ഇല്ല. അതിന് പ്രാദേശികമായിട്ടുള്ള നിയമങ്ങള് പാലിക്കണം. പ്രാദേശികമായിട്ടുള്ള നിയമങ്ങൾ മാത്രമല്ല കേട്ടോ, സ്റ്റേറ്റിന്റെ നിയമങ്ങളും നമ്മുടെ ഈ പറയുന്ന സെൻട്രൽ റെഗുലേഷൻസും എല്ലാം അതിന് വിധേയമാണ്. ഈ പറയുന്ന സെൻട്രൽ റെഗുലേഷൻസ് പാലിക്കണം, സ്റ്റേറ്റ് ലോസ് പാലിക്കണം, പോരാത്തതിന് പ്രാദേശിക നിയമങ്ങൾ
നിയമങ്ങളും സുരക്ഷാ ചട്ടങ്ങളും ശുചിത്വ ക്രമീകരണങ്ങളും ഇതെല്ലാം പാലിച്ചുകൊണ്ട് വേണം ഒരു ഹോസ്പിറ്റല് പ്രവർത്തിക്കാനായിട്ട്. ആ രീതിയിൽ പ്രവർത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പോളിസികളെല്ലാം ഫോർമുലേറ്റ് ചെയ്യുന്നത് ആരാണ്? ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആണ്. അങ്ങനെ പോളിസികൾ ഫോർമുലേറ്റ് ചെയ്യണമെങ്കിൽ മാനേജ്മെന്റിൽ എന്തറിവുണ്ടായിരിക്കണം? എത്തിക്കൽ ലീഗൽ റെസ്പോൺസിബിലിറ്റിയെ പറ്റിയിട്ട് ധാരണയുണ്ടാവും, അറിവുണ്ടാവും അല്ലെ? ഓക്കെ, അത്രയാണ് അവിടെ പറയുന്നത്. ഹോസ്പിറ്റൽസ് ബീയിങ് an inevitable part of the social system and is subject to the all laws of the land. അല്ലെ, നമുക്കറിയാലോ ഹോസ്പിറ്റൽ ഒരു പബ്ലിക് ഓർഗനൈസേഷൻ ആണ്. നമ്മുടെ സോഷ്യൽ സിസ്റ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ നിയമങ്ങൾക്കും എന്തു വിധേയമാണ്? ഹോസ്പിറ്റൽസ് വിധേയമായിരിക്കും അല്ലെ? എല്ലാ നിയമങ്ങളും എന്തിനു ബാധകമാണ്? ഹോസ്പിറ്റലിന് ബാധകമാണ്. ബിക്കോസ് ഇറ്റ് ഇസ് എ പബ്ലിക് ഓർഗനൈസേഷൻ, ഇറ്റ് ഇസ് എൻ ഇൻഎവിറ്റബിൾ പാർട്ട് ഓഫ് അവർ സോഷ്യൽ സിസ്റ്റം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ഹോസ്പിറ്റൽസ് ഷുഡ് ബി സേഫ് ഫ്രം എക്സ്പ്ലോസീവ്, ഇൻഫ്ലമേറ്ററി ഗ്യാസസ്, കെമിക്കൽസ്, മെഷീനറി, സ്റ്റീൽ ഡാമേജസ് ആൻഡ് ഫ്രം സ്ലിപ്പറി ഫ്ലോസ് എക്സെട്ര. കേട്ടോ, അതായത് നമ്മൾ പറഞ്ഞല്ലോ ഹോസ്പിറ്റലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഏറ്റവും സേഫ്റ്റി ഉറപ്പാക്കുക അല്ലെ? സേഫ്റ്റി ഉറപ്പാക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സേഫ് ആയിരിക്കണം ഹോസ്പിറ്റൽ അന്തരീക്ഷം. എക്സ്പ്ലോസീവ്സോ മറ്റുള്ള ഇൻഫ്ലമേറ്ററി ഗ്യാസസോ കെമിക്കൽസോ സ്റ്റീൽ ഡാമേജസോ അതിൽ നിന്നൊക്കെ വളരെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു സേഫ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ് എവിടെ ഉണ്ടായിരിക്കേണ്ടത്? ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കേണ്ടത്. അതെന്താണ്? പേഷ്യന്റിന്റെ സേഫ്റ്റി അവിടെ പ്രധാനമാണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത്രയും ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാം. എത്തിക്കൽ എന്താണ്, എത്തിക്കൽ സൈഡ് എന്താണ്, ലീഗൽ ആസ്പെക്ടുകൾ എന്താണ്, എന്തുകൊണ്ടാണ് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എത്തിക്കൽ ലീഗൽ റെസ്പോൺസിബിലിറ്റിയെ പറ്റി അറിയണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ ഇവിടെ വരെ. ഓക്കെ, ക്ലിയർ അല്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് why it is necessary for hospitals and medical administrators to be aware of ethical and legal aspects of the hospital administration. Okay, അതായത് ഇനിയാണ് നമുക്കത് അറിയേണ്ടത്. അതായത് ഒരു ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഈ എത്തിക്കൽ ലീഗൽ ആസ്പെക്ടുകൾ അല്ലെങ്കിൽ എത്തിക്കൽ ലീഗൽ റെസ്പോൺസിബിലിറ്റീസ് മനസ്സിലാക്കേണ്ടതിന്റെ കാരണം എന്താണ്, അതിന്റെ ആവശ്യകത എന്താണ് എന്നാണ് പറയുന്നത്. അതിന് പല റീസൺസ് ഉണ്ട്. നമ്മൾ ഒരിക്കലും വെറുതെ അല്ല ഈ ഒരു ചാപ്റ്റർ നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിന്റെ പല പർപ്പസും ഉണ്ട് അല്ലെ? നമ്മൾ ഇതിനെ പറ്റി അവെയർ ആയിരിക്കണം. അതിന്റെ റീസൺസ് എന്താണ്, എന്തുകൊണ്ടാണ് അത് അറിഞ്ഞിരിക്കണം എന്ന് പറയാനുള്ള റീസൺ എന്താണെന്ന് നോക്കാം കേട്ടോ. ആ റീസൺസ് ഓരോന്നും നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. റീസൺസ് ഇതൊക്കെയാണ്. ഫസ്റ്റ് വൺ, ഇൻക്രീസിംഗ് നമ്പർ ഓഫ് മെഡിക്കോ ലീഗൽ കേസസ്. ഉണ്ടോ? ഇൻക്രീസിംഗ് നമ്പർ ഓഫ് മെഡിക്കോ ലീഗൽ കേസസ്. മെഡിക്കോ ലീഗൽ കേസുകളുടെ എണ്ണം എന്താണ്? വർദ്ധിച്ചു വരികയാണ് അല്ലെ? നേരത്തെ ഞാൻ പറഞ്ഞു, നിയമപരമായിട്ട് അന്വേഷണം ആവശ്യമായിട്ടുള്ള കേസുകളാണ് മെഡിക്കോ ലീഗൽ കേസ് എന്ന് പറയുന്നത്. അത്തരം കേസുകൾ ഇന്ന് കൂടുതലാണ് അല്ലെ? അത് കൂടുതലായിട്ട് വരുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിയായ രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതിന് അതിൻ്റെതായ പ്രൊസീജിയർ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ എന്ത് വേണം, എന്തറിഞ്ഞിരിക്കണം? ലീഗൽ വശങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലെ? എത്തിക്കൽ ലീഗൽ സൈഡുകളൊക്കെ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് പറയുന്നത് ഇൻക്രീസിംഗ് നമ്പർ ഓഫ് മെഡിക്കോ ലീഗൽ കേസസ്. മെഡിക്കോ ലീഗൽ കേസുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നത് കൊണ്ട് അതൊരു കാരണം. ഓക്കെ, പിന്നെ രണ്ടാമത്തെ എന്താണ്? മിനിമൈസ് സിവിൽ ആൻഡ് ക്രിമിനൽ ലീഗൽ പ്രൊസീഡിങ്സ്. അതാണ് ടു മിനിമൈസ് സിവിൽ ആൻഡ് ക്രിമിനൽ ലീഗൽ പ്രൊസീഡിങ്സ്. സിവിൽ ക്രിമിനൽ നിയമ നടപടികള് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത്? അതായത് നമുക്കറിയാം ഒരു എത്തിക്സും ലീഗൽ ആസ്പെക്ടുകളും മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഹോസ്പിറ്റല് സർവീസ് കൊടുക്കാന്ന് വിചാരിക്കുക. അവിടെ വേറെ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് കുറവല്ലേ? ഹോസ്പിറ്റലിന് അറിയാം, ഇതിന്റെ ലീഗൽ സൈഡ് അറിയാം, ഏത് രീതിയിൽ എത്തിക്സ് പാലിക്കണം എന്നുള്ളത് അറിയാം, ലീഗൽ റെസ്പോൺസിബിലിറ്റി അറിയാം. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഒരു ഹോസ്പിറ്റലുകൾ സേവനങ്ങൾ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പ്രത്യേകിച്ച് എന്ത് വരികയാണ്? പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് കുറവാണ്.
പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴല്ലേ നമുക്ക് നിയമ നടപടികൾ നേരിടേണ്ടതായിട്ട് വരുന്നത്. പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, ഈ റെസ്പോൺസിബിലിറ്റി അനുസരിച്ച് അവർ പ്രവർത്തിക്കുമ്പോ അവിടെ പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് കുറവാണ്. പ്രശ്നങ്ങൾ വരാതിരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി വരില്ല, നിയമ നടപടികൾ നമുക്ക് നേരിടേണ്ടതായിട്ട് വരില്ല. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിവിൽ ക്രിമിനൽ നിയമ നടപടികൾ റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും, കുറയ്ക്കാനായിട്ട് പറ്റും. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് നിയമങ്ങളുണ്ട്, ആ നിയമങ്ങൾക്ക് വിധേയമായിട്ടാണ് ആ നിയമങ്ങൾ നമ്മൾ ഭയക്കുന്നുണ്ട് അല്ലെ, ഭയക്കുന്നുണ്ട്. ആ നിയമത്തിനനുസൃതമായിട്ട് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് കൊണ്ടാണ് ഇവിടെ നമുക്ക് ക്രമസമാധാനത്തോടുകൂടി ജീവിക്കാൻ പറ്റുന്നത് അല്ലെ. ഈ നിയമങ്ങളെ പറ്റി നമ്മൾ അവയറില്ലെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മൾ തോന്നിയ രീതിയിൽ ജീവിക്കും, തോന്നിയ രീതിയിൽ ജീവിക്കുകയും ചെയ്യും. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, പല പല നിയമ നടപടികൾ നമ്മൾ നേരിടേണ്ടതായിട്ട് വരും. ഇവിടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരില്ല, ഇതിനെപ്പറ്റി അവർക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്, അതേ രീതിയിൽ അവർ പ്രവർത്തിക്കുള്ളൂ. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ വേറെ ഇഷ്യൂസ് ഒന്നും വരില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് സിവിൽ ക്രിമിനൽ നിയമ നടപടികൾ കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും അല്ലെ, നേരിടേണ്ടതായിട്ട് വരില്ല. അതാണ് നമ്മൾ പറയുന്നത് കേട്ടോ. മിനിമൈസ് സിവിൽ ആൻഡ് ക്രിമിനൽ ലീഗൽ പ്രൊസീഡിങ്സ്. ഓക്കെ, പിന്നെന്താണ്, എൻഷുവർ ക്വാളിറ്റി ഓഫ് മെഡിക്കൽ കെയർ അല്ലെ, അതായത് ഒരു ക്വാളിറ്റി ഉള്ള മെഡിക്കൽ കെയർ ഉറപ്പുവരുത്താനായിട്ട് അല്ലെ, നല്ല ക്വാളിറ്റി ഉള്ള ഒരു മെഡിക്കൽ കെയർ ഉറപ്പുവരുത്തണമെങ്കിൽ എന്തുണ്ടായിരിക്കണം, എത്തിക്കൽ ലീഗൽ റെസ്പോൺസിബിലിറ്റി മനസ്സിലായിരിക്കണം. അത് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ ഏറ്റവും വലിയ കൺസെപ്റ്റ് എന്ത് തന്നെയാണ്, ക്വാളിറ്റി ഓഫ് കെയർ പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ്. അതും എല്ലാ ആളുകൾക്കും. അവിടെ നമ്മൾ ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ നടത്താനായിട്ട് പാടില്ല. ഓക്കെ, സോ എൻഷുവർ ക്വാളിറ്റി ഓഫ് മെഡിക്കൽ കെയർ. പിന്നെന്താണ് പറയുന്നത്, ഇൻ ഇന്ത്യ ലോയേഴ്സ് ആർ വെരി ലിറ്റിൽ ട്രെയിൻഡ് ആസ് യെറ്റ് and exposure in the complex issues associated with the medical cases. നമ്മുടെ ഇന്ത്യയില് ഈ മെഡിക്കോ ലീഗൽ കേസുകളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അത് സോൾവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് ട്രെയിനഡ് ആയിട്ടുള്ള ലോയേഴ്സ് കുറവാണ്, ശരിക്കും കുറവാണ്. ഇന്ത്യയില് മെഡിക്കോ ലീഗൽ കേസുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് കോംപ്ലക്സ് ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ആ ഇഷ്യൂസിന് ശരിയായ രീതിയിൽ അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ട്രെയിനഡ് ആയിട്ടുള്ള ലോയർമാര് ഇന്ത്യയിൽ കുറവാണ്. അങ്ങനെ കുറയുമ്പോൾ എന്ത് സംഭവിക്കും, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാല് അത് പരിഹരിക്കപ്പെടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, പരമാവധി ഈ റെസ്പോൺസിബിലിറ്റിയോട് കൂടി സെർവ് ചെയ്യാനുള്ളതാണ്. അങ്ങനെ സെർവ് ചെയ്യുന്നതിലൂടെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നടപടിക്രമങ്ങൾ കുറയ്ക്കാൻ പറ്റും. കാരണം അങ്ങനെയുള്ള കേസുകൾ വന്നു കഴിഞ്ഞിട്ട് അത് സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ അതിന്റെ സൊല്യൂഷൻ കണ്ടെത്താൻ ട്രെയിനഡ് ആയിട്ടുള്ള ലോയർമാർ ഇന്ത്യയിൽ കുറവാണ്. അപ്പൊ അത്തരം പ്രശ്നങ്ങൾ വരാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് എന്തായിരിക്കണം, എത്തിക്കൽ ലീഗൽ റെസ്പോൺസിബിലിറ്റീസ് കൃത്യമായിട്ട് പാലിച്ചിരിക്കും. ഓക്കെ, പിന്നെന്താന്ന് വെച്ചാല് ഇറ്റ് ഹെൽപ്സ് ദ മെഡിക്കൽ പ്രൊഫഷണൽസ് ടു ഡു ദ റൈറ്റ് തിങ്സ് ആൻഡ് പ്രൊട്ടക്ട് ദെംസെൽവ്സ് ഫ്രം സില്ലി ലിറ്റിഗേഷൻസ്. അതായത് ഇത് മെഡിക്കൽ പ്രൊഫഷണൽസിന് ഒരുപാട് സഹായിക്കുന്നുണ്ട്. മെഡിക്കൽ പ്രൊഫഷണൽസിന് അവർക്ക് എന്താണ്, അവർക്ക് ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനും അതുപോലെ ചില ചെറിയ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനും എന്ത് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, എത്തിക്കൽ ലീഗൽ ആസ്പെക്ടുകൾ അവരെ സഹായിക്കുന്നുണ്ട്. ഇപ്പൊ മെഡിക്കൽ പ്രൊഫഷൻ നമ്മുടെ നാട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ഇഷ്ടംപോലെ ആശുപത്രിയിലേക്ക് അല്ലെങ്കിൽ ഡോക്ടേഴ്സിനെ ഉപദ്രവിക്കുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ മെഡിക്കൽ പ്രൊഫഷണൽസിന് ഒരു പ്രൊട്ടക്ഷൻ അത് കൊടുക്കുന്നുണ്ട്. കാര്യം അവർക്ക് ശരിയായ രീതിയിൽ ശരിയായ സമയത്ത് അവരുടെ ഭാഗത്ത് നിന്ന് ഒരു പിഴവ് വരാത്ത രീതിയിൽ ശരിയായ സമയത്ത് ശരിയായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവർ അവയറാക്കി കൊടുക്കുന്നത് ഈ പറയുന്ന ആസ്പെക്റ്റുകൾ. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോ അവർക്ക് എന്താണ്, ഈ അവരുടെ ലിറ്റിഗേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണ് കേട്ടോ. അവർക്കെതിരെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്നൊക്കെ അവരെ സ്വയം പ്രൊട്ടക്ട് ചെയ്യുന്നതിനും എന്ത് സഹായിക്കുന്നുണ്ട്, ഈ ഒരു അറിവ് അവരെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ആറാമത്തെ പോയിന്റ് ഇതാണ്, ഇൻക്രീസിംഗ് അവയർനെസ് among the public about the duties and commitments of medical practitioners as and of hospitals. അതുപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റൽസ്, മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിനൊക്കെ നമ്മുടെ പബ്ലിക്കിനോടുള്ള അവരുടെ ഡ്യൂട്ടീസ്, അവരുടെ കമ്മിറ്റ്മെന്റ്സ് അതിനെ പറ്റിയിട്ട് പൊതുജനങ്ങളില് അവയർനെസ് ഉണ്ടാക്കുന്നതിനും ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. മനസ്സിലായോ? അതായത് പബ്ലിക്കിന് അറിയണം ഒരു ഹോസ്പിറ്റൽ ഏത് രീതിയിലാണ് നമ്മളോട് പെരുമാറുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു ഡോക്ടർ എങ്ങനെയായിരിക്കണം നമ്മളോട് പെരുമാറുന്നത്, നമ്മളോടുള്ള ഡ്യൂട്ടീസ് അല്ലെങ്കിൽ നമ്മളോടുള്ള റെസ്പോൺസിബിലിറ്റീസ്, നമ്മളോട് എത്രത്തോളം കമ്മിറ്റഡ് ആയിട്ട് അവർ പ്രവർത്തിക്കണം എന്നതിനെ പറ്റി പബ്ലിക്കിന് എന്തുണ്ടായിരിക്കണം, അറിവുണ്ടായിരിക്കണം, അവയർനെസ് ഉണ്ടാവണം അല്ലെ. അപ്പൊ അത് വർദ്ധിപ്പിക്കുന്നതിനും എന്തറിയണം, എത്തിക്കൽ ലീഗൽ ആസ്പെക്ടുകൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, മനസ്സിലായോ? പറഞ്ഞ കാര്യം റീസൺസ് ആണ് എന്തുകൊണ്ട് ഇതറിയണം.
അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റേഴ്സും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും ഇതിനെ പറ്റി അവർക്ക് ധാരണ ഉണ്ടാവണമെന്ന് പറയാനുള്ള റീസൺസ് ആണ്. ഒന്ന്, നമ്മൾ എന്താണ് മെഡിക്കോ ലീഗൽ കേസുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. അതുപോലെ സിവിൽ ക്രിമിനൽ നിയമ നടപടികൾ പരമാവധി കുറയ്ക്കാനായിട്ട് ഏറ്റവും ക്വാളിറ്റിയുള്ള മെഡിക്കൽ കെയർ ഉറപ്പുവരുത്താനും അതുപോലെ മെഡിക്കൽ കേസുകളുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് ഹാൻഡിൽ ചെയ്യാൻ ട്രെയിൻഡ് ആയിട്ടുള്ള ലോയേഴ്സ് ഇന്ത്യയിൽ കുറവാണ്. അപ്പൊ അത്തരം പ്രശ്നങ്ങൾ വരാതിരിക്കുന്നതിനും നമുക്ക് ഇത് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ മെഡിക്കൽ പ്രൊഫഷണൽസിനെ സംബന്ധിച്ച് ശരിയായ സമയത്ത് ശരിയായ കാര്യങ്ങൾ ചെയ്യാനും അവരെ പ്രൊട്ടക്ട് ചെയ്യാനും അവരെ പല പ്രശ്നങ്ങളിൽ നിന്ന് അവരെ സ്വയം പ്രൊട്ടക്ട് ചെയ്യുന്നതിനും അത് സഹായിക്കുന്നുണ്ട്. പിന്നെ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന്റെയും ഹോസ്പിറ്റലിന്റെയും ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, പബ്ലിക്കിനോടുള്ള അവരുടെ കമ്മിറ്റ്മെന്റ്, അതിനെ പറ്റിയിട്ട് അവയർനെസ് ഉണ്ടാക്കിയെടുക്കുന്നതിനും എന്താവശ്യമാണ്? മെഡിക്കൽ പറയുന്ന എത്തിക്കൽ ലീഗൽ അവയർനെസ് ആവശ്യം. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് കേട്ടോ, അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് മെഡിക്കോ ലീഗൽ കേസസ് ആണ് കേട്ടോ. ഓക്കെ, MLC എന്നാണ് നമ്മൾ ഷോർട്ട് ആക്കി പറയുക കേട്ടോ. MLC എന്താണ്? മെഡിക്കോ ലീഗൽ കേസസ് എന്നാണ് കേട്ടോ. നേരത്തെ പറഞ്ഞതാണ്, അതായത് നിയമപരമായിട്ട് അന്വേഷണം ആവശ്യമാണ്. അത് പോലീസും കോടതിയിലേക്ക് ഒരു അന്വേഷണം ആവശ്യമായിട്ടുള്ള മെഡിക്കൽ കേസുകളെയാണ് നമ്മൾ MLC എന്ന് പറയുന്നത് കേട്ടോ. മെഡിക്കോ ലീഗൽ കേസസ്. ശരിക്കും പറഞ്ഞ എന്താണ്? നോക്കുക, ഇറ്റ് ഈസ് എ കേസ് ഓഫ് ഇൻജ്വറി or illness where the attending doctor, after taking the history of illness and clinical investigation, considers that the investigations by the law enforcing agency are warranted to find out circumstances and fix the responsibility regarding the same. അതായത് മെഡിക്കോ ലീഗൽ കേസ് എന്ന് പറഞ്ഞാൽ അതൊരു എന്താവാം, അസുഖമാവാം, അല്ലെങ്കിൽ ഒരു പരിക്കാവാം. ഓക്കെ, പക്ഷെ എന്താണ് അതിന്റെ കാരണത്തെ സംബന്ധിക്കുന്ന ആ ഒരു ഉത്തരവാദിത്തങ്ങള് അല്ലെ, അതിന്റെ കാരണത്തെ സംബന്ധിക്കുന്ന എന്തുകൊണ്ട് അത് സംഭവിച്ചു, അതിന്റെ കാരണങ്ങള് അല്ലെ, അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആരുടെ ആവശ്യം വരികയാണ്? ഈ പറയുന്ന നിയമനിർവഹണ ഏജൻസികളുടെ സഹായം ആവശ്യമായിട്ട് വരികയാണ്. എന്ന് പറഞ്ഞാൽ പോലീസ്, കോടതി, അങ്ങനെയുള്ള നീതി നിർവഹണ ഏജൻസികളുടെ സഹായം നമുക്ക് ആവശ്യമായിട്ട് വരികയാണ്. അങ്ങനെ നമ്മൾ അതിന്റെ കാരണം കണ്ടെത്തുകയാണ് അല്ലെ. അത്തരത്തിലുള്ള കേസുകളെയാണ് മെഡിക്കോ ലീഗൽ കേസ്. കണ്ടോ, ഇപ്പോ അതൊരു കേസ് ഓഫ് ഇഞ്ചുറി ആവാം, അല്ലെങ്കിൽ ഇൽനെസ് ആവാം. അറ്റൻഡിങ് ഡോക്ടർ ആഫ്റ്റർ ടേക്കിംഗ് ഹിസ്റ്ററി ഓഫ് ഫിറ്റ്നസ് ആൻഡ് മെഡിക്കൽ ഇൻവെസ്റ്റിഗേഷൻ. എന്ത് ചെയ്യാണ്? ഒരു കേസ് ഹോസ്പിറ്റലിൽ കൊണ്ടുവരികയാണ്. എന്തെങ്കിലും സ്വാഭാവികമായിട്ടുള്ള ഒരു കേസ് ഹോസ്പിറ്റലിൽ വരികയാണ്. സ്വാഭാവികമായിട്ട് ഡോക്ടർ എന്ത് ചെയ്യും? അവരുടെ ഹിസ്റ്ററി നോക്കി അവരുടെ ക്ലിനിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ഡോക്ടർ നടത്തും അല്ലെ. നടത്തിയിട്ട് ഡോക്ടർക്ക് തോന്നാണ് ഇത് എന്തോ അസ്വാഭാവികതയുണ്ട്, അല്ലെങ്കിൽ ഇത് നോർമൽ ആയിട്ടുള്ളതല്ല എന്ന് തോന്നിക്കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്യും? അത് ഉടനെ പോലീസിനോട് റിപ്പോർട്ട് ചെയ്യും, അറിയിക്കും. അതൊരു മെഡിക്കോ ലീഗൽ കേസ് ആയിട്ടാണ് അവിടെ രജിസ്റ്റർ ചെയ്യും. ഓക്കെ, വ്യക്തമായ കാരണങ്ങളൊന്നുമില്ല. ഒരു ഡോക്ടർ പരിശോധിക്കുമ്പോ അവര് ക്ലിനിക്കൽ ഇൻവെസ്റ്റിഗേഷൻസും മറ്റൊക്കെ നടത്തുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും സ്വാഭാവികമായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ അവരുടനെ പോലീസിനെ അറിയിക്കും. അത് മെഡിക്കോ ലീഗൽ കേസ് ആയിട്ടായിട്ട് അവരിവിടെ രജിസ്റ്റർ ചെയ്യാം. അതാണ് അവിടെ പറയുന്നത്. Considers that investigation by law enforcing agencies are warranted to find out circumstances. അപ്പൊ ആ ഒരു ഇൻവെസ്റ്റിഗേഷനെ തുടർന്നിട്ട് എന്താണ്? ആ ഇൻവെസ്റ്റിഗേഷൻ ലോ എൻഫോഴ്സിംഗ് ഏജൻസി ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ ആവശ്യം വരുന്നു, അല്ലെങ്കിൽ അവരുടെ സഹായം ആവശ്യമാണെന്ന് തോന്നുകയോ അതിന് തുടർന്നിട്ട് ആ ഒരു റെസ്പോൺസിബിലിറ്റി അവിടെ ഏറ്റെടുക്കണം. അതായത് നീതി നിർവഹണ ഏജൻസികൾ അതിന്റെ കാരണം കണ്ടെത്തുന്നത്. ദാറ്റ് ഈസ് കോൾഡ് മെഡിക്കോ ലീഗൽ കേസ്. ഇങ്ങനെയൊന്നും പറയല്ല, ഇത്രയേ ഉള്ളൂ. നിയമപരമായിട്ട് അന്വേഷണം ആവശ്യമായിട്ട് വരുന്ന കേസുകൾ. ദാറ്റ് ഈസ് കോൾഡ് മെഡിക്കോ ലീഗൽ കേസസ് കേട്ടോ. ഓക്കെ, ഇനി നോക്കാം എക്സാമ്പിൾസ് ഓഫ് മെഡിക്കോ ലീഗൽ കേസസ് കേട്ടോ. മെഡിക്കോ ലീഗൽ കേസുകളുടെ എക്സാമ്പിളുകൾ അറിയാവുന്നതാണ്, ഇതൊക്കെ വായിച്ചാൽ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, ഇതൊക്കെയാണ് മെഡിക്കോ ലീഗൽ കേസിന് എക്സാമ്പിൾ. നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അത് കുറച്ച് കഴിയുമ്പോൾ ഇതിൽ നമ്മൾ ടോപ്പ് നിയമത്തെ പറ്റി പഠിക്കുന്നുണ്ട്. ടോപ്പ് ആക്ട്
ടോപ്പ് നിയമത്തെ പറ്റി പഠിക്കുമ്പോൾ അതിൽ കുറച്ച് ടോപ്പ് നിയമത്തിന്റെ എക്സാമ്പിളുകൾ പറയുന്നുണ്ട്. ടോപ്പ് കേസസിന് എക്സാമ്പിൾ അതും ഇത് മാറിപ്പോകുന്നുണ്ട് കേട്ടോ. മെഡിക്കൽ ലീഗൽ കേസിന്റെ എക്സാമ്പിളും ടോപ്പിന്റെ എക്സാമ്പിളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് ഇതിവിടെ തന്നെ ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. എക്സാമ്പിൾസ് ഓഫ് മെഡിക്കൽ ലീഗൽ കേസ്. ഒന്നാമത് എന്താണ്? RTA. RTA എന്താണ്? റോഡ് ട്രാഫിക് ആക്സിഡന്റ് ആണ് കേട്ടോ. റോഡ് ട്രാഫിക് ആക്സിഡന്റ് ആണ്. സോ RTA, അതുപോലെ തന്നെ റെയിൽ ആക്സിഡൻസ്, ഫാക്ടറി ആക്സിഡൻസ് ഓർ എനി അതർ സ്റ്റേജ് ആക്സിഡൻസ്. ആക്സിഡൻസ് കേസുകൾ എല്ലാം എന്താണ്? MLC കേസ് ആണ് കേട്ടോ. പിന്നെ അടുത്ത എന്താണ്? സസ്പെക്ടഡ് ഹോമിസൈഡ്സ്, സൂയിസൈഡ്സ്, സംശയിക്കപ്പെടുന്ന കൊലപാതകങ്ങള്, ആത്മഹത്യകള്, അതൊക്കെ എന്താണ്? MLC ആണ് കേട്ടോ. പിന്നെന്താണ്? സസ്പെക്ടഡ് ഓർ എവിഡന്റ് പോയ്സണിങ്സ്, ആൽക്കഹോൾ ഇൻടോക്സിക്കേഷൻ. സംശയിക്കപ്പെടുന്നതോ അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ളത് പോയ്സണിങ്സ്, അതുപോലെ തന്നെ ആൽക്കഹോൾ, ഈ പറയുന്ന വിഷമത്തിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരാറില്ലേ? ഓക്കെ, അതൊക്കെ മെഡിക്കൽ ലീഗൽ കേസുകളാണ്. പിന്നെന്താണ്? ബേൺ ഇഞ്ചുറീസ് ഓയിങ് ടു എനി കോസ്, എന്തെങ്കിലും കാരണത്താൽ വരുന്ന പൊള്ളലുകള്, പൊള്ളൽ കേസുകള്, ഇലക്ട്രോഷൻ എന്ന് പറഞ്ഞാൽ വൈദ്യുതാഘാതം, നോർമൽ രീതിയിലല്ല അല്ലാത്ത രീതിയിലൊക്കെ വരുന്നുണ്ടല്ലോ, അപ്പൊ അത്തരത്തിലുള്ള ഇലക്ട്രോഷൻ. പിന്നെന്താണ്? ഫിസിക്കൽ അസാൾട്ട് കേസസ്, ശാരീരിക ആക്രമണ കേസുകളുണ്ട്. പിന്നെ അനിമൽ അറ്റാക്ക്. അനിമൽ അറ്റാക്ക് MLC കേസ് ആയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അനിമൽ അറ്റാക്ക്, അതുപോലെ തന്നെ സ്നേക്ക് ബൈറ്റ്, അതൊക്കെ എന്താണ്? MLC കേസാണ്. നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ടല്ലോ. അത് രണ്ടും നമുക്ക് പറയാം. അനിമൽ അറ്റാക്ക് നിങ്ങൾ മറ്റേ സിനിമ കണ്ടിട്ടില്ലേ? ആക്ഷൻ ഹീറോ ബിച്ചു സിനിമ കണ്ടിട്ടുണ്ടോ? നിവിൻ പോളിയുടെ സിനിമ കണ്ടിട്ടില്ലേ? ആക്ഷൻ ഹീറോ ബിച്ചു കണ്ടിട്ടുണ്ടാവുമല്ലോ. അതിനകത്തില്ലേ ആ പട്ടിയെ വിട്ടിട്ട് ആ കൊച്ചിനെ കിടപ്പിക്കുന്ന ആ ഒരു അനിമൽ അറ്റാക്ക് അതിനകത്ത് പറയുന്നുണ്ട്. കറക്റ്റ് എന്താണ് ആ സെക്ഷൻ ഒക്കെ പറയുന്നുണ്ട് അല്ലെ? സോ അനിമൽ അറ്റാക്ക്. പിന്നെ സ്നേക്ക് ബൈറ്റ്, നമ്മുടെ കേരളത്തിൽ ഉണ്ടായ കേസ് ഓർമ്മയില്ല? ഇത്ര കേസ് ഓർമ്മയില്ല നിങ്ങൾക്ക്? സ്നേക്ക് ബൈറ്റ് അത് ഓർമ്മയില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കേസുണ്ട്. പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ്? നോർമലി പാമ്പ് കടിയിട്ടാണ് മരിച്ചു എന്ന് വിചാരിച്ചത്. പക്ഷെ അതിന്റെ ഇത്രയും വലിയൊരു എന്താണ് പ്ലാനിങ് ഉണ്ടെന്ന് പിന്നീടാണ് മനസ്സിലായത് അല്ലെ? ഓക്കെ, അത് നോർമൽ ആയിട്ടുള്ളതാണെങ്കിലും അല്ലാത്തതും ഒക്കെ എന്താണ്? മെഡിക്കോ ലീഗൽ കേസുകളാണ് കേട്ടോ. അനിമൽ അറ്റാക്ക്, സ്നേക്ക് ബൈറ്റ്. ഓക്കെ, പിന്നെന്താണ്? മാസ് ഫുഡ് പോയ്സണിങ്, അതായത് ഭക്ഷ്യവിഷബാധകൾ ഒക്കെ ഉണ്ടാവില്ലേ? അങ്ങനെയുള്ള കേസുകള്. അതുപോലെ തന്നെ കേസസ് ഓഫ് സെക്ഷൽ അറ്റാക്ക്. പിന്നെ സസ്പെക്ടഡ് ഓഫ് ക്രിമിനൽ അബോർഷൻ, അതുപോലെ തന്നെ ഇഞ്ചുറി കേസസ് വെർ ദ പാർട്സ് പ്ലേ സസ്പെക്ടഡ്. നമ്മളൊരു ഫ്രോഡ് അല്ലെ, ഫ്രോഡ് സംശയിക്കുന്ന ഇഞ്ചുറി കേസസ് അല്ലെ, പരിക്ക് കേസുകൾ ഉണ്ടാവും. അതുപോലെ ഇഞ്ചുറി കേസസ്, പ്രോബബിലിറ്റി ഓഫ് ഡെത്ത് ഇൻ നിയർ ഫ്യൂച്ചർ, അതായത് ചിലപ്പോൾ മരണം സംഭവിച്ചേക്കാവുന്ന, മരിച്ചിട്ടില്ല പക്ഷെ മരണ സാധ്യതയുള്ള ഇഞ്ചുറി കേസസ്. പിന്നെന്താണ്? അൺകോൺഷ്യസ് കേസസ് വെർ ദ റീസൺ ഓഫ് ഇറ്റ് ഇസ് അൺക്ലിയർ, അതായത് പ്രത്യേകിച്ച് ഒരു വ്യക്തമായിട്ടുള്ള കാരണമില്ലാതെ കൊണ്ടുവരുന്ന അബോധാവസ്ഥ കേസുകളൊക്കെ അല്ലേ അങ്ങനെയുള്ളത്. ഓക്കെ, വ്യക്തമായിട്ട് കാരണമില്ലാതെ ഓക്കെ അങ്ങനെ വരുന്ന അൺകോൺഷ്യസ് കേസസ്. പിന്നെന്താണ്? ബ്രോട്ട് ഡെഡ് കേസസ് വെർ ക്രിമിനൽ ഒഫൻസ് സസ്പെക്ടഡ്. ഒരു ക്രിമിനൽ ഒഫൻസ് സംശയിക്കുന്ന മരണ കേസുകള്. അതുപോലെ കേസ് റെഫേർഡ് ഫ്രം ദ കോർട്ട്, അതായത് കോടതിയിൽ നിന്ന് റെഫർ ചെയ്യപ്പെടുന്ന എല്ലാ കേസും എന്തായിരിക്കും? MLC കേസ് ആയിരിക്കും അല്ലെ? ഓക്കെ, കേസ് റെഫേർഡ് ഫ്രം ദ കോർട്ട് കേട്ടോ, കോടതിയിൽ നിന്നും റെഫർ ചെയ്ത് വിടുന്ന കേസസ്. ഇതൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ്, മെഡിക്കോ ലീഗൽ കേസിന്റെ എക്സാമ്പിൾ. ജസ്റ്റ് ഒന്ന് വായിച്ചു കേട്ടോ. വായിച്ചു നോക്കിയില്ലേ? ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ, ഇനി നമുക്ക് ആക്ടിലേക്ക് കടക്കുക കേട്ടോ. കുറച്ച് ആക്ടുകൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ആക്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വിചാരിക്കും വർഷങ്ങളൊക്കെ നിങ്ങൾ എങ്ങനെ പഠിച്ചിട്ടുണ്ട് അല്ലെ? കുഴപ്പമൊന്നുമില്ല, അത് പഠിക്കാൻ എളുപ്പമാണ്. ഓക്കെ, 2-3 പ്രാവശ്യം ആവർത്തിച്ച് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. ഈ വർഷങ്ങളൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ ഒറ്റ ഇരുപ്പിലിരുന്ന് പഠിക്കേണ്ടത്.
ഇന്നൊരു ദിവസം വായിക്കാം, നാളെ വായിക്കാം, മറ്റന്നാൾ വായിക്കാം, അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വായിച്ചു നോക്കുക കേട്ടോ. കുറെ കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് അതൊക്കെ എഴുതിക്കോളും കേട്ടോ. അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ആക്ടുകളാണ് കേട്ടോ. ആക്ടുകൾ ഇപ്പൊ പഠിക്കാൻ പോകുന്ന ആക്ടുകളെ പറ്റിയിട്ട് ഒരു ചെറിയൊരു ഫ്ലോ ചാർട്ട് അവിടെ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ജനറൽ ആക്ടുകൾ പഠിക്കാനുണ്ട്. ഹോസ്പിറ്റലിന് ബാധകമായിട്ടുള്ള ജനറൽ ആക്ടുകൾ, ഹോസ്പിറ്റലിന് മാത്രമല്ല ഹോസ്പിറ്റലിനും ബാധകമായിട്ടുള്ള മറ്റു പലതിനും ബാധകമായിട്ടുള്ള ജനറൽ ആക്ടുകളാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. പിന്നെ മെഡിക്കൽ പ്രൊഫഷണൽ ആക്ടുകൾ പഠിക്കാനുണ്ട് കേട്ടോ. അതായത് മെഡിക്കൽ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ആക്ടുകളുണ്ട്. പിന്നെ അതിലും പെടാത്ത മിസലേനിയസ് ആക്ടുകളുണ്ട്. പിന്നെ ലോ ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ആണ് കേട്ടോ. ഉപഭോക്തൃ സംരക്ഷണ നിയമം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ലോ ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. ഇത്രയും ആക്ടുകളാണ് നമുക്കിനി പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. ഈ ചാപ്റ്ററിന്റെ അവസാനം വരെ ആക്ടുകളാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ അതിന്റെ ഇടയ്ക്ക് നമ്മൾ പേഷ്യന്റിന്റെ റൈറ്റ്സ് ഒക്കെ പഠിക്കുന്നുണ്ട്. അതായത് ഒരു പേഷ്യന്റിന്റെ റെസ്പോൺസിബിലിറ്റി അല്ല, അവരുടെ റൈറ്റ്, അവരുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങാം. ലെജിസ്ലേഷൻ ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു ഹോസ്പിറ്റൽ. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ജനറൽ ആക്ട് ആണ് കേട്ടോ. ജനറൽ ആക്ട് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിന് കൂടെ ബാധകമായിട്ടുള്ള, ഹോസ്പിറ്റലിന് മാത്രമായിട്ടല്ല, ഹോസ്പിറ്റൽ പോലെയുള്ള ഏത് പബ്ലിക് ഓർഗനൈസേഷനും അവർക്കെല്ലാവർക്കും ഒരുപോലെ ബാധകമായിട്ടുള്ള പൊതുവായിട്ടുള്ള ജനറൽ ആക്ടുകളാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ എന്താണ് നോക്കിയേ, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947. ഇപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ അങ്ങനെ തന്നെ പറഞ്ഞു പഠിക്കാം. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947 അങ്ങനെ തന്നെ ഒരു ഇത് പഠിക്കാം കേട്ടോ. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947. ഓക്കെ, 1947 ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് കേട്ടോ. വ്യാവസായിക തർക്ക നിയമം എന്ന് പറയും. ഓക്കെ, എന്താണ് ഈ ഒരു ആക്ട് പ്രകാരം ഓർത്തിരിക്കേണ്ട പോയിന്റ്സ് ഇത്രയേ ഉള്ളൂ. ഒന്ന്, ഹോസ്പിറ്റൽസ് കം അണ്ടർ ദ ടേം ഇൻഡസ്ട്രി. എന്താണ് ഹോസ്പിറ്റൽ കംസ് അണ്ടർ ദ ടേം ഇൻഡസ്ട്രി? ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഇൻഡസ്ട്രി എന്ന ടേമിന്റെ കീഴിലാണ് വരുന്നത്. ഏത് ആക്ട് പ്രകാരമാണ്? ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് പ്രകാരം കേട്ടോ. വ്യാവസായിക തർക്ക നിയമം എന്നാണ്. അപ്പൊ ഈ ഒരു ആക്ട് പ്രകാരം ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു ടേമിന്റെ കീഴിലാണ് വരുന്നത്. ഓക്കെ, പിന്നെന്താണ്, ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് when the number of employees greater than 50. എത്രയാണ്? greater than 50 ആണ് കേട്ടോ. ഓക്കെ, അതായത് 50 50ൽ കൂടുതലോ ജീവനക്കാര് വർക്ക് ചെയ്യുന്ന ഏതൊരു സ്ഥാപനത്തിലും ഏത് ആക്ട് ബാധകമാണ്? ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് ബാധകമാണ്. എന്താണ്? 50 50ൽ കൂടുതലോ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന ഏതൊരു ഇൻഡസ്ട്രിയിലും, അതായത് ഇൻക്ലൂഡിംഗ് ഹോസ്പിറ്റൽ ഉൾപ്പെടെയുള്ള ഏതൊരു ഇൻഡസ്ട്രിയിലും ഈ പറയുന്ന ആക്ട് ബാധകമാണ്. ഏത് ആക്ട് ആണ്? ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947. ഓക്കെ, ഇനി എന്താണ് നമുക്കറിയാം, ഓരോ ആക്ടുകൾ കൊണ്ടുവരുന്നതിന് പിന്നില് ഓരോ റീസൺ ഉണ്ടായിരിക്കും അല്ലെ. എന്തെങ്കിലും ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഓരോ ആക്ടുകളും നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പൊ ഈ ഒരു ആക്ടിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് നോട്ട് ചെയ്ത് വെക്കണം. സെക്യൂർ ഇൻഡസ്ട്രിയൽ പീസ് ആൻഡ് ഹാർമണി. എന്താണ്? സെക്യൂർ ഇൻഡസ്ട്രിയൽ പീസ് ആൻഡ് ഹാർമണി. വ്യാവസായിക സമാധാനവും ഐക്യവും സുരക്ഷിതമാക്കുക. അതായത് ഇൻഡസ്ട്രിയൽ ആയിട്ടുണ്ടാകുന്ന തർക്കങ്ങൾ ഉണ്ടാവും, ഗ്രീവൻസസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനൊക്കെ പരിഹാരം കാണുക എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ട് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ടാണ്. സോ സെക്യൂർ ഇൻഡസ്ട്രിയൽ പീസ് ആൻഡ് ഹാർമണി, വ്യാവസായിക സമാധാനവും ഐക്യവും സുരക്ഷിതമാക്കുക. പിന്നെ രണ്ടാമത്തെ എന്താണ്? സെറ്റിൽമെന്റ് ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് അല്ലെ. വ്യാവസായിക തർക്കങ്ങള് പരിഹരിക്കാം. വ്യാവസായിക തർക്കങ്ങള് പരിഹരിക്കാം. ഈ രണ്ട് ലക്ഷ്യത്തോടെയും മുന്നോട്ട് വന്നിട്ടുള്ള ആക്ടാണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? 1947 ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് നിലവിൽ വന്നത്. ഇനി ഈ ഒരു ആക്ട് പ്രകാരം ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ്? ഇൻഡസ്ട്രി എന്ന ടേമിന്റെ കീഴിലാണ് ഹോസ്പിറ്റല് വരുന്നത്. പിന്നെ 50 50ൽ കൂടുതലോ എണ്ണം നോട്ട് ചെയ്യണം കേട്ടോ. 50 50ൽ കൂടുതലോ ജീവനക്കാര് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന ഏതൊരു ഇൻഡസ്ട്രിയിലും ഈ പറയുന്ന ആക്ട് ബാധകമാണ്. പിന്നെ ഈ ആക്ടിന്റെ ലക്ഷ്യം എന്താണ്? അതായത് വ്യാവസായിക സമാധാനവും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക, അതുപോലെ തന്നെ വ്യാവസായിക തർക്കങ്ങൾക്ക് പരിഹാരം കാണുക. ഈ രണ്ട് ലക്ഷ്യമാണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടിന് ഉള്ളത്. അത്രയും അതിനകത്ത് പഠിക്കാനായിട്ട് കേട്ടോ. ഓക്കെ, ആ ഒരു ആക്ടിവിറ്റിയിലോ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947.
നെക്സ്റ്റ് വരുന്നതാണ് മിനിമം വേജസ് ആക്ട് 1948 കേട്ടോ. മിനിമം വേതന നിയമം, മിനിമം വേജസ് ആക്ട് 1948. അതായത് നമ്മൾ ഈ പറയുന്ന എംപ്ലോയീസിന് അവർക്ക് അവരുടെ ജോലിക്ക് മിനിമം ഇത്ര വേതനം, പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്ന ജോലിക്ക് മിനിമം പോലും ഇത്ര പോലും വേതനം ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ എംപ്ലോയീസിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ജനറൽ ആക്ട് ആണല്ലോ, അപ്പൊ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് മിനിമം വേജസ് ആക്ട്. മിനിമം വേതനം മിനിമം ഇത്രയെങ്കിലും അവർക്ക് വേതനം കൊടുത്തിരിക്കണം, അവരുടെ ആ ഒരു സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ട് ആണ് കേട്ടോ, മിനിമം വേജസ് ആക്ട് 1948. നോക്കാം, മിനിമം വേജസ് ഫിക്സഡ് ഫോർ ദ ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സ്. അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുക കേട്ടോ. അടുത്തത് വേറൊരു ആക്ട് ആണ്, എംപ്ലോയീസ് PF ആക്ട്, മൂന്നാമത്തെ ആക്ട് ആണ് കേട്ടോ. ഒരുമിച്ചായി പോകുന്നുള്ളൂ, അപ്പൊ അവിടെ നിന്ന് ഫുൾ സ്റ്റോപ്പ് ചെയ്യാം. ഇത്രയും ഇവിടെ പറയുന്നുള്ളൂ. മിനിമം വേജസ് ഫിക്സഡ് ഫോർ ദ ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സ് കേട്ടോ. വിവിധ ഗ്രൂപ്പ് തൊഴിലാളികൾക്ക് മിനിമം വേതനവുമായിട്ട്, അവർക്ക് മിനിമം വേതനം എത്ര കൊടുക്കണം എന്നുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ഒരു ആക്ട് ആണ് മിനിമം വേജസ് ആക്ട്. വർഷം എന്നാണ് 1948 കേട്ടോ, 1948. ഓക്കെ, ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ. പിന്നെ വരുന്നത് എന്താണ്? EPF ആക്ട് ആണ് കേട്ടോ, എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് കേട്ടോ. എന്താണ്? എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട്, PF ആക്ട് കേട്ടോ. EPF എന്നൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. അപ്പൊ എന്താണെന്ന് വിചാരിക്കരുത്, എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് കേട്ടോ ആക്ട് ആണ്. ഇത് വർഷം 1952 ആണ് കേട്ടോ, 1952 ആക്ട്. PF എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, PF അല്ലെ? നമ്മള് PF എന്ന് പറഞ്ഞ ശരിക്കും എന്താണ്? ഒരു സുരക്ഷാ സേവിങ്സ് സ്കീമാണ് അല്ലെ? അതെ, ഒരു സുരക്ഷാ സേവിങ്സ് പദ്ധതിയാണ് PF എന്ന് പറയുന്നത് അല്ലെ? ഓക്കെ, ഒരുമിച്ചുള്ളത് ഇത് മിനിമം വേജസ് ആക്ടില്ലേ, അതിനിടയിൽ ഇത് കണ്ടോ, മിനിമം വേജസ് ഫിക്സഡ് ഫോർ ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സ്. അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടാം, വർക്കേഴ്സിന്റെ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടാം. കഴിഞ്ഞു, അത്രേ ഉള്ളത്. പിന്നെ പറയുന്നത് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട്, പുതിയ ആക്ട് ആണ് കേട്ടോ, അത് വേറെ ആക്ട് ആണ്. നിങ്ങൾ ഒരുമിച്ച് വായിക്കരുതെന്ന്, ഇവിടെ എത്തുമ്പോൾ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അടുത്ത ആക്ട് ആണ് ഇത് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് കേട്ടോ, അത് ഒരുമിച്ചാണ് വന്നേക്കുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിൽ അങ്ങനെ തന്നെയല്ലേ കിടക്കുന്നത്? ഇതുപോലെയല്ലേ കിടക്കുന്നേ? അതാ ഞാൻ പറഞ്ഞത്. അപ്പോ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ടിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ PF എന്ന് പറഞ്ഞാല് ഒരു സുരക്ഷാ സേവിങ് സ്കീമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് വലിയ വലിയ സാലറി വാങ്ങുന്ന ആൾക്കാരെ ഉദ്ദേശിച്ചിട്ടല്ല, സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് കേട്ടോ, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സുരക്ഷാ സേവിങ് സ്കീമാണ്. വലിയ ലക്ഷൂറിയസ് ആയിട്ടുള്ള ലൈഫ് എടുക്കുന്ന ആൾക്കാരല്ല, ലക്ഷങ്ങൾ സാലറി വാങ്ങുന്ന ആളുകളെ ഉദ്ദേശിച്ചിട്ടല്ല, സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു സുരക്ഷാ സേവിങ് സ്കീമിനെയാണ് നമ്മൾ PF എന്ന് പറയുന്നത്. PF എന്നൊക്കെ പണം പിൻവലിച്ചിട്ടൊക്കെ പല കാര്യങ്ങളും ചെയ്യാറുണ്ട് അല്ലെ? ഓക്കെ, അപ്പോ ഈ PF-നെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കതൊന്ന് വായിച്ചിട്ട് പറയാം കേട്ടോ. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് 1952. നോക്കാം, എംപ്ലോയർ ഈസ് നീഡഡ് ടു റിട്രീവ് ഫ്രം ഇറ്റ്സ് എംപ്ലോയീസ് അറ്റ് സ്റ്റിപ്പുലേറ്റഡ് റേറ്റ്സ്, ഡൊണേറ്റ് ആൻ ഈക്വൽ എമൗണ്ട് ആസ് എംപ്ലോയീസ് ഷെയർ ആൻഡ് ക്രെഡിറ്റ് ദ ഫണ്ട് റെഗുലർലി വിത്ത് ദ ഗവൺമെന്റ്. അതായത് എംപ്ലോയർ ആരാണെന്ന് അറിയാലോ? എംപ്ലോയർ എന്ന് പറഞ്ഞാല് ആരാണ്? തൊഴിലുടമയാണ് കേട്ടോ, തൊഴിൽ ദാതാവ് കേട്ടോ, മാറിപ്പോകരുത്. എംപ്ലോയി എന്ന് പറഞ്ഞാൽ തൊഴിലാളികൾ, നമുക്കറിയാം, എന്തെങ്കിലും ഞാൻ പറഞ്ഞതാണ് കേട്ടോ, മാറിപ്പോകാതിരിക്കാൻ പറഞ്ഞതാണ്. അപ്പോ ഇവിടെ ശ്രദ്ധിക്കാം കേട്ടോ, ഇവിടെ എന്താ പറയുന്നത്? എംപ്ലോയർ ഈസ് നീഡഡ്. ഇവിടെ എഴുതിയിരിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് നമ്മളൊരു PF എന്ന് പറയുമ്പോൾ അവിടെ എംപ്ലോയറും എംപ്ലോയിയും എന്ത് ചെയ്യുന്നുണ്ട്? കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അത്രയാണ് നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. അതായത് തൊഴിലുടമയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, തൊഴിലാളികളും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. എന്തിലോട്ട്? PF-ലോട്ട്. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. മനസ്സിലായോ? അതായത് എംപ്ലോയർ ഈസ് നീഡഡ് ടു റിട്രീവ് ഫ്രം ഇറ്റ്സ് എംപ്ലോയീസ് അറ്റ് സ്റ്റിപ്പുലേറ്റഡ് റേറ്റ്. അതായത് ഒരു എംപ്ലോയർ തന്റെ എംപ്ലോയീസിന്റെ വേതനത്തിൽ നിന്ന് ഒരു സ്റ്റിപ്പുലേറ്റഡ് റേറ്റ് എന്ന് വെച്ചാൽ ഒരു നിശ്ചിത നിരക്കില് എംപ്ലോയീസിന്റെ വേതനത്തിൽ നിന്ന് എംപ്ലോയർ റിട്രീവ് ചെയ്യുമ്പോൾ, റിട്രീവ് ചെയ്യാന്ന് വെച്ചാൽ വീണ്ടെടുക്കുക. ദാറ്റ് മീൻസ് അവിടെ അത്രയും ചിന്തിക്കേണ്ട, എംപ്ലോയീസിന്റെ വേതനത്തിൽ നിന്ന് ഒരു നിശ്ചിത റേറ്റിലേക്ക് എന്തിലേക്ക് പോകുന്നുണ്ട്? PF-ലോട്ട് പോകുന്നുണ്ട്. അങ്ങനെ റിട്രീവ് ചെയ്യുമ്പോൾ ഡൊണേറ്റ് ആൻ ഈക്വൽ എമൗണ്ട് ആസ് എംപ്ലോയീസ് ഷെയർ. അതായത് അതേ തുകയ്ക്ക് തുല്യമായിട്ടുള്ള തുക തന്നെ എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യാണ്.
ഓക്കെ. ആൻഡ് ക്രെഡിറ്റ് ദ ഫണ്ട് റെഗുലർലി വിത്ത് ദ ഗവൺമെന്റ്. ആ ഫണ്ട് എവിടേക്കാ പോകുന്നത്? ഗവൺമെന്റിലോട്ടാണ്. ഇതിന്റെ എക്സാമ്പിൾ പറഞ്ഞ മനസ്സിലാവും. അതായത് ഒരു എംപ്ലോയി, അയാൾക്ക് ഒരു 1000 രൂപ വേതനമാണെന്ന് വെച്ചേക്കാം. ചെറിയൊരു എക്സാമ്പിൾ വെച്ചാൽ പറയാം, 1000 രൂപ. അപ്പൊ അതിന്റെ ഒരു ഇത്ര പെർസെന്റേജ് ആണ് നമ്മൾ പി എഫിലേക്ക് പിടിക്കുക. അപ്പൊ ഒരു 12% ആണ്. പൊതുവെ 12% ആണ്. ഇപ്പൊ എത്രയാണെന്ന് എനിക്കറിയില്ല. എങ്കിലും ഒരു 12%, അതായത് 1000ന്റെ 12% എന്ന് പറയുന്നത് എത്രയാ? 120 രൂപയാണ്. ഓക്കെ. അപ്പൊ ഈ 120 രൂപ എംപ്ലോയി തന്റെ സാലറിയിൽ നിന്ന് പി എഫിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതേ 120 രൂപ തന്നെ എംപ്ലോയറും എന്ത് ചെയ്യുന്നുണ്ട്? അയാളുടെ പി എഫിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇപ്പൊ മനസ്സിലായോ പറഞ്ഞത്? അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് എംപ്ലോയിയുടെ വേതനത്തിൽ നിന്ന് ഒരു സ്റ്റിപ്പുലേറ്റഡ് റേറ്റില് പി എഫിലേക്ക് വീണ്ടെടുക്കുമ്പോൾ അതേ നിശ്ചിത തുക തന്നെ, ഈക്വൽ എമൗണ്ട് തന്നെ എംപ്ലോയറും അയാളുടെ പി എഫിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാണ്. ഈ ഫണ്ട് എവിടേക്കാ പോകുന്നത്? ഗവൺമെന്റിലോട്ടാണ്. പിന്നീട് ആവശ്യം വരുന്ന സമയത്ത് പി എഫ് പിൻവലിക്കാവുന്നതാണ്. ഇപ്പൊ മനസ്സിലായോ? അതായത് എംപ്ലോയറും എംപ്ലോയിയും ഒരുപോലെ ഈക്വൽ എമൗണ്ട് ആണ് എന്തിലോട്ട് ഷെയർ ചെയ്യുന്നത്? പി എഫിലോട്ട് ഷെയർ ചെയ്യുന്നത്. മനസ്സിലായോ പറഞ്ഞത്? ക്ലിയർ ആയോ? രണ്ടു കൂട്ടരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. രണ്ടു കൂട്ടരും ആ ഒരു പ്രീമിയം ഷെയർ ചെയ്യുന്നുണ്ട്. ഈക്വൽ എമൗണ്ട് ആണ്. ഇപ്പൊ എംപ്ലോയിയുടെ 12% എത്രയാണോ കൊടുക്കുന്നത്, ആ 12% എമൗണ്ട് തന്നെ എംപ്ലോയർ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാണ്, പി എഫിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അടുത്ത നോക്കിയേ. ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് വെൻ ദ നമ്പർ ഓഫ് എംപ്ലോയീസ് ഗ്രേറ്റർ ദാൻ 20. നേരത്തെ നമ്മൾ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് പറഞ്ഞപ്പോ 50 ആണ് പറഞ്ഞത് കേട്ടോ. ഇവിടെ എണ്ണം ശ്രദ്ധിക്കണം, 20 ആണ്. അതായത് 20-ൽ കൂടുതലോ എംപ്ലോയീസ് ഉള്ള ഏതൊരു സ്ഥാപനത്തിലും എന്ത് വേണം? ഈ പറയുന്ന പി എഫ് ആക്ട് ബാധകമാണ്. ചുരുക്കി പറഞ്ഞാൽ 20-ൽ കൂടുതലോ മെമ്പേഴ്സ് ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളില് പി എഫ് കൊടുക്കണം. പി എഫ് ആക്ട് അവിടെ ബാധകമാണ് കേട്ടോ. എത്രയാണ് നമ്പർ? 20 ആണ് കേട്ടോ. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് എത്രയായിരുന്നു? 50 ആണ്. ഇവിടെ 20 ആണ് കേട്ടോ. ഇനി അടുത്തത് എന്താണ്? നോൺ കംപ്ലൈൻസ് ഈസ് പണിഷബിൾ ബൈ ഇംപ്രിസൺമെന്റ് കേട്ടോ. ഇത് പാലിക്കാതിരുന്ന് കഴിഞ്ഞാല് ജയിൽ ശിക്ഷ വരെ ലഭിക്കാമെന്നാണ് പറയുന്നത് കേട്ടോ. ഈ ആക്ട് കറക്റ്റ് ആയിട്ട് അവിടെ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു ആക്ട് ആണല്ലോ, സോ അത് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാല് അത് ശിക്ഷ ലഭിക്കാം എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ഇപ്പൊ 3 ആക്ട് പഠിച്ചു കേട്ടോ. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്, മിനിമം വേജസ് ആക്ട് 1948, അതുപോലെ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് 1952. ഓക്കെ, ഇത്രയും ഓക്കെ ആണോ? ഓക്കെ ആണ്. നെക്സ്റ്റ് വരുന്നത് കേട്ടോ, അടുത്തൊരു ആക്ട് ആണ് പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് 1965 കേട്ടോ. 1965 എന്താണ്? ബോണസ് ആക്ട് ആണ് കേട്ടോ. നമ്മൾ പൊതുവെ ബോണസ് എന്ന് പറയുന്നത് എപ്പോഴാണ്? സാധാരണ ഫെസ്റ്റിവലിന്റെ ഒക്കെ സമയത്ത് ബോണസ് കൊടുക്കാറുണ്ട് അല്ലെ. ഓണം, വിഷു, ക്രിസ്മസ് ഒക്കെ വരുന്ന സമയത്ത് ബോണസ് കൊടുക്കാറുണ്ട്. എന്ന് പറഞ്ഞാല് ആ എംപ്ലോയിക്ക് ഒരു ഫിക്സഡ് സാലറി ഉണ്ട്. ആ സാലറിക്ക് പുറമെ നമ്മൾ കൊടുക്കുന്ന ഒരു അധിക വരുമാനം അല്ലെ, അതാണ് എന്ത്? ബോണസ് എന്ന് പറയുന്നത്. പല രീതിയിലും ബോണസ് കൊടുക്കാം. ക്യാഷ് ആയിട്ട് തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. എങ്കിലും ബോണസ് നമ്മൾ അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ബോണസ് ആയിട്ട് കിട്ടിയതാണെന്ന് പറയുന്നത് അല്ലെ. ദാറ്റ് മീൻസ് നമുക്കൊരു ഫിക്സഡ് സാലറി ഉണ്ട്, അതിന് പുറമെ നമ്മൾ കൊടുക്കുന്ന ഒരു സംഭവമാണല്ലോ ബോണസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് മനസ്സിലിരിക്കട്ടെ. ഇവിടെ നോക്കാം. ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് when the number of employees greater than 40. വീണ്ടും എംപ്ലോയീസിന്റെ നമ്പർ അവിടെ പറയുന്നുണ്ട് 40 കേട്ടോ. 40-ഓ 40-ൽ കൂടുതലോ എംപ്ലോയീസ് ഉള്ള ഏതൊരു സ്ഥാപനത്തിനും ഏത് ആക്ട് ബാധകമാണ്? ബോണസ് ആക്ട് ബാധകമാണ്. ഓക്കെ, ക്യാൻ ബി അപ്ലൈഡ് when the number of employees greater than 40. 40-ഓ 40-ൽ കൂടുതലോ എംപ്ലോയീസ് ഉള്ള ഏതൊരു സ്ഥാപനത്തിലും ബോണസ് ആക്ട് ബാധകമാണ്. ഓക്കെ, അടുത്തത് നോക്കിയേ. അടുത്തൊരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. നോക്കുക. ചാരിറ്റബിൾ ഓർ നോൺ പ്രോഫിറ്റബിൾ ഹോസ്പിറ്റൽസ് ആർ പെയ്ഡ്. അതാണ് ചാരിറ്റബിൾ ഓർ നോൺ പ്രോഫിറ്റബിൾ ഹോസ്പിറ്റൽസ് ആർ പെയ്ഡ്. അതായത് ചാരിറ്റബിൾ ആയിട്ടുള്ള അല്ലെ, ഈ പറയുന്ന പോലെ ജീവകാരുണ്യപരമായിട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റബിൾ, ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകളെ നമ്മൾ ഈ ഒരു ആക്ടിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് വേണമെങ്കിൽ ചോദിക്കാം, അതായത് ചാരിറ്റബിൾ ഓഫ് നോൺ പ്രോഫിറ്റബിൾ ഹോസ്പിറ്റൽസ് ആർ പെയ്ഡ് ഫ്രം ഡാഷ് ആക്ട്. ഏത് ആക്ടിൽ നിന്നാണ്? പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട്. ബോണസ് ആക്ടിൽ നിന്നും അവരെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഹോസ്പിറ്റലെയാണ്, എല്ലാ ഹോസ്പിറ്റലിനെ അല്ല, ചാരിറ്റബിൾ ആൻഡ് നോൺ പ്രോഫിറ്റബിൾ ഹോസ്പിറ്റൽസ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ബോണസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഓൾറെഡി ഫിക്സഡ് സാലറി ഉള്ള ആളുകൾക്ക് നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്ന ഒരു ഒന്നാണ് എന്ത്? ബോണസ് എന്ന് പറയുന്നത്. ഈ ചാരിറ്റബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റല് അല്ലെങ്കിൽ ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റൽ, അവര് തികച്ചും സേവന മനോഭാവത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലാണ്. അവിടെ അവര് ലാഭം
ഉദ്ദേശിക്കുന്നില്ല അല്ലെ. അങ്ങനെ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റൽസിൽ ഒരു പക്ഷെ അധിക വരുമാനം എന്നുള്ള രീതിയിൽ ബോണസ് കൊടുക്കാൻ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ചിലപ്പോൾ കിട്ടും, സർപ്ലസ് എന്നാണ് അതിന് പറയാം. മിച്ചം കിട്ടിക്കഴിഞ്ഞാൽ കൊടുക്കാന്ന് മാത്രമേ ഉള്ളൂ. അതും കിട്ടുകയാണെങ്കിൽ തന്നെ അവർ കൂടുതൽ എന്താണ് ഈ പറയുന്ന സേവന കാര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് അത് വിനിയോഗിക്കുക. അതുകൊണ്ടാണ് അവരതിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളത്. മനസ്സിലായല്ലോ? ഒരു ബോണസ് ഉള്ള ജീവനക്കാർക്ക് മുഴുവൻ ബോണസ് കൊടുക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു വരുമാനം ഹോസ്പിറ്റലിൽ ഉണ്ടാവണം. അല്ലെങ്കിൽ ഒരു ലാഭേച്ഛയില്ലാതെ പോകുന്ന ഹോസ്പിറ്റലുകളെ സംബന്ധിച്ച് അവർക്ക് ചിലപ്പോൾ ഒരു അധിക വരുമാനം കിട്ടിയെന്ന് വരില്ല. കാര്യം എന്താണ്, അവരുടെ സേവന മനോഭാവത്തോടു കൂടി പെരുമാറുന്ന ഹോസ്പിറ്റൽസ് ആണ്. അപ്പൊ അവർക്ക് ഒരുപക്ഷെ അധിക വരുമാനം കിട്ടിയെന്ന് പറയാൻ പറ്റില്ല, കിട്ടുന്ന നിർബന്ധമില്ല. അങ്ങനെ കിട്ടിയാലാണല്ലോ അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ടായിരിക്കാം എന്ത് ചെയ്യുന്നത്, ചാരിറ്റബിൾ അഥവാ നോൺ പ്രോഫിറ്റബിൾ ഹോസ്പിറ്റൽസിനെ നമ്മൾ ഈ ഒരു ആക്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇത്രയും മതി. വർക്ക്ഷോപ്പ് വെക്കുന്നു കേട്ടോ. 1965 ഇത്രയും ആക്ടുകള് പറഞ്ഞ് പഠിക്കാം കേട്ടോ. ഓക്കെ, അത് നമുക്ക് അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ക്ലാസ്സിലെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ആക്ച്വലി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് പഠിക്കണം, വർഷമൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. താങ്ക് യു.